السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. യൗവനം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളും ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. മുമ്പ് നടന്ന 1-2 ക്യാമ്പുകളിൽ സമാനമായ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്തു. അതിന്റെ തുടർച്ചയാണ് എന്ന് പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. വിശാലമായ ഒരു മേഖലയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ 35ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദഅവത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. ഹിജറ 18-ൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തുണ്ടായ താഊൻ അംവാസ് എന്ന ഒരു പ്ലേഗ്, ഒരു പകർച്ചവ്യാധിയിലാണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടാണ് പറഞ്ഞത്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, മുആദേ തീർച്ചയായും അല്ലാഹു സത്യം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അലിം ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിൻ ജബൽ, ഓ മുആദേ ഈ ഉമ്മത്തിന് ഹലാലും ഹറാമും ഒക്കെ നീ വ്യക്തമാക്കി കൊടുക്കണം. അപ്പൊ യുവാക്കൾക്ക് വലിയൊരു ബാധ്യത ഉണ്ട്. അവർ സമൂഹത്തിലേക്ക് ഇറങ്ങണം. പ്രായം ചെന്നവരെ പോലെയല്ല, കുട്ടികളെ പോലെ അപക്വതയുള്ളവരും അല്ല, പ്രായം ചെന്നവരെ പോലെ ക്ഷീണത്തിലുമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പക്വതയുടെയും ആഴത്തിന്റെയും ആ സന്ദർഭത്തിൽ, പക്വതയുടെ യൗവനത്തിന്റെ ആ സന്ദർഭത്തിൽ ദഅവത്തുമായി സജീവമായി ഉണ്ടാകണം. എന്നാൽ ദഅവത്തിന്റെ ആധാരം അറിവാണ്. അപ്പൊ നന്നായി ശരിയായ സ്രോതസ്സിൽ നിന്ന് ശരിയായ രൂപത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആത്മാർത്ഥമായ ദഅവത്ത് നിർവഹിക്കാൻ സാധിക്കൂ. ഇന്നത്തെ യൗവനം ദഅവത്തിലില്ല, കാരണം അവർ പഠനത്തിലുമില്ല. ശരിയായ പഠനമില്ല, ഉള്ള പഠനമൊക്കെ ഉപരിപ്ലവമാണ്. അവരുടെ കൈമുതലാണെങ്കിലോ അപക്വതയാണ്, എടുത്തുചാട്ടമാണ്. എന്താണ് തന്റെ സ്ഥാനമെന്നോ തന്റെ ഉത്തരവാദിത്തമെന്നോ അറിഞ്ഞുകൂടാതെ ഏതൊക്കെയോ തരത്തിലുള്ള പിച്ചും പേയും വർത്തമാനങ്ങളെ കൊണ്ടു നടക്കുന്നവരാണ് ദീനി ദായിമാരാണ് എന്ന് കരുതുന്ന ചെറുപ്പക്കാർ പോലും. അപ്പൊ പിന്നെ മറ്റുള്ള യൗവനത്തിന്റെ കഥ പറയേണ്ടതില്ലല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഏതൊരു വിഭാഗത്തിനും പിടികൂടേണ്ടത് പ്രധാനമായും ചെറുപ്പക്കാരെയാണ്. അവരെ മുന്നിൽ വെച്ചും പ്രയോജനപ്പെടുത്തിയുമാണ് നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഓരോരുത്തരും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വഴികേടിലൂടെ സഞ്ചരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. അബദ്ധസഞ്ചാരം നടത്തുന്ന ആളുകൾ, അവർക്ക് ആവശ്യം വേടനായാലും കൊള്ളാം, കാടനായാലും കൊള്ളാം, യൗവനത്തെ, സമൂഹത്തെ മാർഗഭ്രംശത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പിടിച്ചുവിടുകയാണ്. ഒരുത്തൻ കഞ്ചാവ് അടിച്ചാലും കള്ളു കുടിച്ചാലും അതൊന്നും സാരമില്ല, പോട്ടെ, അവൻ പോരാളിയാണെന്നാ പറയുന്നത്. കള്ളുകൂടിയന്റെ അടുത്ത് എന്ത് പോരാട്ടം? സ്വന്തം ജീവിതത്തിൽ ഒരു കള്ളുകൂടി ഒഴിവാക്കണം, കഞ്ചാവ് ഒഴിവാക്കണം എന്നറിയാത്തവൻ എന്ത് പോരാട്ടമാണ് ഇവിടെ നടത്താൻ പോകുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ആവേശവും വൈകാരികതയുമാണ്. ഈ ആവേശവും വൈകാരികതയും എന്നതിലപ്പുറം തഹല്ലും, പക്വതയോടുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി നമ്മുടെ യൗവനത്തിനുണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതാദ്യം ഉണ്ടായിരിക്കേണ്ടത് മതബോധമുള്ളവരിലും മതസംഘങ്ങൾക്കിടയിൽ നിൽക്കുന്നവർക്കിടയിലുമാണ്. പക്ഷെ അവിടെ തന്നെ വലിയ അപജയമാണ്. നമുക്കറിയാം, അഹ്ലുസുന്ന വൽ ജമാഅ എന്നതാണ് സലഫിയത്ത്. സുന്നത്ത്, അസുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിചര്യ, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സ്വഹാബത്തിന്റെ ചര്യ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ആ ചര്യയെ പ്രായോഗികമായി നടപ്പാക്കിയ സ്വഹാബികളുടെ ചര്യയുമാണ്. അതാരാണോ അവലംബിക്കുന്നത് അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നറിയപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥ യൗവനം ഏത് മാർഗത്തിലായിരിക്കണം? അസുന്നത്തിലും അൽ ജമാഅത്തിലുമായിരിക്കണം, സ്വഹാബത്തിന്റെ ആദർശത്തിലും മാർഗത്തിലുമായിരിക്കണം. അവരാണ് സലഫ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് സലഫിയത്തിന്റെ പേര് തന്നെ അപകടകരമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് സലഫിന്റെ പേരുപയോഗിക്കുന്ന ആളുകളിൽ സലഫിന്റെ ശത്രുക്കളുണ്ട്. നമുക്ക് യഹൂദികളുടെ പ്രവർത്തനങ്ങളുടെ അസിൽ പരിശോധിച്ചാൽ അറിയാം. അവർ ചിലപ്പോൾ തുറന്നുവിടുന്ന ആളുകൾ ഒന്നാമതായി യഹൂദികളെ തന്നെ എതിർക്കും. അതൊരു നാടകമാണ്. ഉദാഹരണത്തിന് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അബ്ദുല്ലാഹ് ഇബ്നു സബഅ എന്ന് പറഞ്ഞ ഷിയയാണ്, യഹൂദിയാണ് ഈ ഷിയായിസം ഉണ്ടാക്കിയത്. അബ്ദുല്ലാഹ് ഇബ്നു സബഅ പൂർണ്ണമായി യഹൂദിയാണ്. ഒരു ദിവസം ഞാൻ മുസ്ലിമായി എന്നൊരു വ്യാജമായ പ്രഖ്യാപനം നടത്തി. എന്നിട്ട് അയാൾ പ്രത്യേകിച്ചും സ്വഹാബികളുടെയോ ഇസ്ലാമിക ജ്ഞാനത്തിൽ ആഴമുള്ളവരുടെയോ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ ചെന്ന് താവളമടിച്ചു. അവിടെയുള്ള പുതുവിശ്വാസികളെയും ദുർബല വിശ്വാസികളെയും മുനാഫിക്കുകളെയും
അത്തരം ആളുകളെ തേടിപ്പിടിച്ച് അവരെ കൂട്ടി ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് അയാൾ ഇസ്ലാമിനെ അയാളുടേതായ ഒരു രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അയാളാണ് ഖബർ പൂജ കൊണ്ടുവരുന്നത്, അയാളാണ് തീവ്രവാദം കൊണ്ടുവരുന്നത്. ഇസ്ലാമിന് യോജിക്കാത്ത, അഹ്ലുസുന്നയോട് അടുക്കാത്ത ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവന്നു, അതിവാദങ്ങൾ കൊണ്ടുവന്നു. മഹാന്മാരെ കുറിച്ച്, മഹത്തുക്കളെ കുറിച്ച്, അമ്പിയായിനെയും ഔലിയായിനെയും കുറിച്ച് അള്ളാഹുവിന്റെ സിഫത്തുകൾ വകവെക്കുന്ന സമ്പ്രദായം ഷിയകളിലൂടെയാണ് ഈ ഉമ്മത്തിൽ കടന്നു വരുന്നത്. അത് കൊണ്ടുവന്നാരാ? ഈ യഹൂദിയായ ഇബ്നു സബ ആണ്. ഇസ്ലാമും യഹൂദിയത്തും വേർപെടുന്ന ഒന്നാമത്തെ മേഖല ഒന്ന് ഈ സൃഷ്ടികളുടെ കാര്യത്തിൽ അതിർവിടലാണ്. ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിർവിടാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പൂർവികർക്ക് ദീനിൽ അതിർവിട്ടുപോയി. അതിർവിടുന്ന ഒരു രീതിയാണ് മഹാന്മാരുടെ കാര്യത്തിൽ അതിർവിടുക. നേരത്തെ ഇവിടെ വിശദമായി ഇത് സൂചിപ്പിച്ചു, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും വകവെച്ചു കൊടുക്കുക, ഇത് യഹൂദികൾ ചെയ്തു പോകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം വസാലിഹിഹിം മസാജിദ. യഹൂദ ക്രൈസ്തവർക്ക് ശാപം, അവർ അള്ളാഹുവിന്റെ നബിമാരെയും സ്വാലിഹുകളെയും അവരുടെ ഖബറുകളെ ആരാധനയുടെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ ന്യൂനതയായി പറയുന്നത്. എന്നാൽ ആ യഹൂദികളെ എതിർത്തുകൊണ്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്നിരിക്കെ ആ ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സബ പറയുന്നത് എന്താ? അതേ കാര്യം തന്നെ. മഹാന്മാരുടെ കാര്യത്തിൽ അവർക്ക് ഗൈബ് അറിയാം, റബ്ബിനോട് നേരിട്ട് ദുആ ചെയ്യാൻ നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ നമുക്ക് അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തിനെയും ഹസനെയും ഹുസൈനെയും ഒക്കെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് കാര്യങ്ങൾ പറയാം. അവർ വലിയ പദവിയുള്ളവരാണ്, അവർ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കും. അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ അതിരുവിട്ടുകൊണ്ടാണ് ആരംഭം. പിന്നെ പല മഹാന്മാരുടെ കാര്യത്തിലും അതിർവിടലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലും ആധാരത്തിലും പിൽക്കാലത്ത് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ വന്നു. അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെ എന്ന വാദം പോലും അവർ പരസ്യമായി അവതരിപ്പിച്ചു. അതിന്നവർ ഒരാധാരമായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർ പരസ്യമായി യഹൂദികൾ തെറ്റാണെന്ന് പറയും, യഹൂദികൾക്കെതിരെ സംസാരിക്കും. പക്ഷേ ഇവർ നടപ്പാക്കുന്ന വിശ്വാസങ്ങളൊക്കെ യഹൂദിയത്താണ്. ഖബർ പൂജയുണ്ട്, ജന്മദിനാഘോഷങ്ങളുണ്ട്, ശാവടിയന്തരമുണ്ട്, ഉറുക്കും നൂലും മേലസുമുണ്ട്. ഇതൊക്കെ യഹൂദികളുടേതാണ്. ഞങ്ങൾ യഹൂദികൾക്കെതിരാണെന്ന് പറയുകയും യഹൂദികളുടെ ശത്രുവാണ് എന്ന് വാചകങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ചിട്ട് ജീവിതം കൊണ്ട് യഹൂദിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ അപകടമാണ്. ഇസ്ലാമിനെ പൊളിക്കാൻ യഹൂദികൾ ഇങ്ങനെയുള്ള ഒരു മാർഗമാണ് സ്വീകരിച്ചത്. ഇസ്ലാമിന്റെ കുപ്പായമിട്ട് യഹൂദികളുടെ ആശയം തള്ളിവിടുക എന്നുള്ളത്. എന്താണ് ഇസ്നാഅശരി ശിയാക്കളുടെ അടിസ്ഥാന ലക്ഷ്യമെന്നറിയാമോ? അവർ പറയുന്നത് ഞങ്ങൾ ആലു ദാവൂദിന്റെ ഭരണം സ്ഥാപിക്കുമെന്ന്. അവരുടെ കിതാബുകളിൽ മുഴുവനുണ്ട്. ആലു ദാവൂദിന്റെ ഭരണം സ്ഥാപിക്കുമെന്ന് വാശി പിടിക്കുന്നത് യഹൂദികളാണ്. അപ്പൊ യഹൂദികളുടെ ആ ഇസ്രായേലി ഭരണം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അഹ്ലുസുന്നയുടെ മാർഗത്തിലുള്ള ഒരു ഭരണമല്ല. നേരെ മറിച്ച് ഇസ്മായിലി ഗോത്രത്തിലും പാരമ്പര്യത്തിലും വന്ന വ്യക്തികളെയും വിശ്വാസങ്ങളെയും തമസ്കരിക്കുക എന്നത് അജണ്ടയായി വംശീയതയും വിദ്വേഷവും വളർത്തിപ്പോരുന്ന യഹൂദികളുടെ ആ ഒരു നിലവാരത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ വഴിതിരിച്ചു വിട്ടു. ഇന്ന് മുസ്ലിങ്ങൾ ഷിയാക്കളുടെ പേര് പറഞ്ഞ് യഹൂദികൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ പൊതുവേദികളിലും പ്രത്യക്ഷമായ സ്ഥലങ്ങളിലും ലേഖനങ്ങളിലും എഴുത്തുകളിലുമൊക്കെ ഷിയാക്കൾ യഹൂദികളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. അത് നിഗൂഢമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവർ യഹൂദികളെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് യഹൂദി മാർഗം പ്രചരിപ്പിക്കുക. ഇത് യഹൂദികൾ പരീക്ഷിച്ച് വിജയിച്ചു. വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെ ശിഥിലമാക്കാൻ യഹൂദികൾ ഈ ഒരു തന്ത്രത്തിന് സാധിച്ചു. തഖിയ്യത്ത് എന്ന് ഇതിന് പേര് പറയും. പുറത്തൊന്ന്, അകത്ത് വേറൊന്ന്. പുറത്ത് ഞങ്ങൾ യഹൂദി വിരുദ്ധരാണെന്ന് പറയും, അകത്ത് യഹൂദി അജണ്ടകൾ നടപ്പാക്കും. ഈ ഒരു തഖിയ്യത്ത് എന്ന വിശ്വാസം ഷീകളിലൂടെ ആദ്യം കടന്നു വന്നു. പിന്നീട് ലോകത്ത് കടന്നു വന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഈ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ NDF, ഇന്ന് ആ സാധനം പ്രത്യക്ഷത്തിൽ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അതിന്റെ പ്രേതം പല പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. എന്താണത്? അവർ പറയും ഞങ്ങൾ ഡിഫൻസാണ്, പ്രതിരോധം. അവരുടെ മുദ്രാവാക്യങ്ങളിലൊക്കെ പ്രതിരോധം വരും. ഇത് യഹൂദികളുടെ ഒരു ടെക്നിക്കാണ്. പുറത്തു പറയും പ്രതിരോധം എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. നമ്മളെല്ലാവരും ആക്രമിക്കുന്നു, ഫാഷിസ്റ്റുകൾ ദ്രോഹിക്കുന്നു, യഹൂദികൾ മീഡിയയും നമ്മളെ നിരന്തരമായി അപമാനിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ പ്രതിരോധിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിനോട് അനുഭാവം തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. അവർക്ക് ഉള്ളിൽ മറ്റൊരു പേര് അതിനുണ്ട്. ഡിഫൻസ് എന്നതിനപ്പുറത്ത് ആക്രമണത്തിന്റെയും പ്രതികാരത്തിന്റെയും മറ്റൊരാശയം ഉള്ളിൽ കൊണ്ടിടക്കും. അപ്പം രഹസ്യങ്ങളിലും സെക്രട്ടേറിയറ്റുകളിലും മറ്റൊരാശയവും ബഹുജനങ്ങളിലേക്ക് നൽകാൻ വിരുദ്ധമായ മറ്റൊരാശയവും സമർപ്പിക്കുക എന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ തീവ്ര സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. തീവ്രവാദ ലേബലുകളിലൂടെ നീങ്ങുന്ന ആളുകളിൽ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ വീണുപോവുക. അവർ ചെയ്യുന്നതൊക്കെ നന്മയാണെന്ന് അവർക്ക് തോന്നും. ഖവാരിജുകളുടെ പ്രത്യേകത,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഖവാരിജികൾക്കുള്ള പ്രത്യേകത? അവരെ സംബന്ധിച്ചിടത്തോളം അവരേതൊരു കാര്യം ചെയ്താലും ആ ചെയ്യുന്ന കാര്യങ്ങൾ മോശമാണ് എന്നൊരിക്കലും അവർ ചിന്തിക്കുന്നില്ല. യുഹ്സിനൂനൽ കലാമ വയുസീഉനൽ ഫിഅൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു ഖവാരിജികളെ കുറിച്ച്, യുഹ്സിനൂനൽ കലാം വയുസീഉനൽ ഫിഅൽ. അവരുടെ വാക്ക് നല്ലതാണ്, നന്നാക്കും, കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകർഷണം തോന്നും. ഇസ്ലാമിന്റെ വ്യക്തിത്വം, മുസ്ലിങ്ങളുടെ മേൽക്കോയ്മ, മുസ്ലിങ്ങളുടെ അധീശത്വം, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നടപ്പാക്കുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അനുകൂലമായ അവസ്ഥകൾ. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മുസ്ലിങ്ങളുടെ രക്തം തന്നെ ചിന്തിക്കളയാനും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കാനും ശത്രുക്കൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നിടത്തേക്കാണ് ഖവാരിജുകൾ ഇന്ന്, അഭിനവ ഖവാരിജുകൾ എത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അത് മയപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ അവരെപ്പറ്റി മഹത്വമുള്ള വർത്തമാനങ്ങൾ പറയുക, നിങ്ങൾ കരുതിയതുപോലെയല്ല, അവർക്കൊക്കെ നല്ല ഒരു അജണ്ടയുണ്ട് എന്ന് രഹസ്യമായി പ്രചരിപ്പിക്കുക, ഇതൊന്നൊരു ഫാഷനാണ്. ഐസിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദാഇഷ്, ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം, ഇസ്ലാമിലെയും സിറിയയിലെയും പിന്നെ ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക് സ്റ്റേറ്റ്, അതാണ് ഐസിസ്. ഇറാഖിലെയും സിറിയയിലെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ അഭിമാനവും ഇസ്സത്തും നിലനിർത്താൻ വേണ്ടി വന്ന തൗഹീദിന്റെ വക്താക്കളാണ് എന്ന് ധ്വനിപ്പിക്കും. അവർ സ്വയം സലഫി കുപ്പായം എടുത്താണ്. സലഫിയത്തിൽ സാമാന്യ ധാരണയുള്ളവർ പോലും ഇന്ന് വരെ ദാഇഷിനെ അംഗീകരിച്ചിട്ടില്ല. ഐസിസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പരസ്യമായി രംഗത്ത് വന്ന സമയത്ത് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, സംസാരിക്കാനൊന്നും വയ്യ. അദ്ദേഹം ഐസിസിനെ വിപ്ലവ പോരാളികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിപ്ലവ പോരാളി എന്ന് കേരളത്തിലെ ഒരു മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ഐസിസിന്റെ പോരാളികളെ പരസ്യമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ പ്രശംസിച്ച് സംസാരിക്കുന്ന അതേ ദിവസങ്ങളിൽ മക്ക രാജ്യത്ത് സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഫത്വയിൽ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ ദാഇഷിനെ കുറിച്ച് അൽ കിലാബു ഫിന്നാർ, നരകത്തിലെ നായ്ക്കൾ എന്നാണ് പറഞ്ഞത്. അപ്പം സലഫികളെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ പണ്ഡിതന്മാർക്ക് തീവ്രവാദത്തെ നേരത്തെ തിരിച്ചറിയാൻ കഴിയും. ഇവിടെയുള്ളവർ അവരുടെ പ്രവർത്തനങ്ങളെയും അവർ മുന്നോട്ട് വെക്കുന്ന ചില അജണ്ടകളെയും ചില പോരാട്ട പ്രവർത്തനങ്ങളെയും അത് മുന്നിൽ കണ്ട് ശരിയാണ് എന്ന ധാരണയിൽ പ്രശംസിക്കുകയോ, അവരുടെ വഴികളിൽ ചില പിഴവുകളൊക്കെ ഉണ്ടായിരിക്കാം, അടിസ്ഥാനപരമായി അവർ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലെ നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ച ഖാരിജിയത്തിന്റെ ഖവാരിജിന്റെ പിന്മുറക്കാരാണ്, അഭിനവ ഖവാരിജുകളാണ് ഐസിസ് എന്ന് തന്റെ ഇടത്തോടുകൂടി ഉറക്കെ പറഞ്ഞത് ആരാണെന്നറിയാമോ? സലഫി പണ്ഡിതന്മാരാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന മറ്റൊരു ഫിത്തന, പല ഫിത്തനകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദം എന്നൊരു ഫിത്തനയാണ്. അത് ലഷ്കർ ഇ തൈബയായും അതേപോലെ തന്നെ ഐസിസായും അൽ ഖായിദയായും ഹിസ്ബുള്ളയായും ഹൂസികളായും പലതരത്തിലുമുണ്ട്. ഇവരുടെയൊക്കെ ചില പ്രവർത്തനങ്ങളെ ആളുകൾ പരസ്യമായി വിമർശിക്കാറുണ്ടെങ്കിലും അത് ശരിയല്ല എന്ന് പറയാറുണ്ടെങ്കിലും ഇവരുടെ ലക്ഷ്യങ്ങൾ ശരിയാണ് എന്ന് ധരിപ്പിക്കുന്നവർ സലഫി കുപ്പായം അണിഞ്ഞവരുടെ കൂട്ടത്തിലുമുണ്ട്. ഇന്ന് പ്രത്യക്ഷത്തിൽ സലഫികളും സലഫി പ്രബോധകരുമാണ് എന്ന് നാം കരുതുന്ന പുതുതായി സംഘടിച്ചു വരുന്ന പല ചെറുപ്പക്കാരും ഇഖ്വാനികളുടെ കയ്യിലെ ചട്ടുകങ്ങളാണ്. കാരണം ഇസ്ലാമിന്റെ പവിത്രമായ ആദർശവും ഇസ്ലാമിന്റെ പവിത്രമായ ഐക്യവും ഇസ്ലാമിന്റെ പവിത്രമായ സംസ്കാരവും അത് തകർത്ത് കളയുന്ന ഈ സലഫി സംഘങ്ങൾക്കിടയിൽ ശിഥിലതയുണ്ടാക്കുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ യഹൂദികൾ ഇട്ടുകൊടുത്ത അജണ്ടയിലേക്ക് കയറി സഞ്ചരിക്കുന്നു. അതുകൊണ്ട് സലഫികളുടെ അജണ്ട ഇഖ്വാനികൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ സലഫി പ്രബോധകരായ ദായിമാരെ അവർ പിടികൂടുന്നു. എന്നിട്ട് നിങ്ങൾ വിമർശിക്കേണ്ടത് സലഫികളെ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം സലഫികളെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അഖീദയിൽ പുറത്താണ്, മൻഹജിൽ പുറത്താണ് എന്ന് ആക്ഷേപിക്കുന്നതിലേക്ക് വരുമ്പോൾ അവർ അവരുടെ ബുദ്ധിപരമായ ഒരു ദൗത്യം നിർവഹിച്ചതല്ല. ആഗോളതലത്തിൽ സലഫി പ്രബോധനത്തെ ശിഥിലമാക്കാൻ വേണ്ടി പ്ലാനിങ്ങോട് നടക്കുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ കെണിയിൽ ഇത്തരക്കാർ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. കേരളത്തിലും അതിന്റെ അനുരണനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ പണ്ഡിതന്മാർ ഇതിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ ഖുതുബിയ്യ ഹിയൽ ഫിത്നത്തു ഫഅരിഫുഹാ എന്നത് ആ വിഷയത്തിൽ വ്യക്തമായ അവബോധം നൽകുന്ന കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇഖ്വാനികൾ എങ്ങനെയാണ് സലഫി കുപ്പായമിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം
ലേഖനങ്ങളും അതേപോലെ തന്നെ ചൂണ്ടിക്കാണിക്കലും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ആരാണോ അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അവർ തന്നെ അതിന്റെ കെണിയിൽപ്പെട്ട് പ്രവർത്തിച്ച് സലഫി കൂട്ടായ്മകളെ ശിഥിലമാക്കി അവർ കക്ഷികളായി പിരിയുന്ന, പരസ്പരം കാഫറാക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഖുതുബിയത്തിന്റെ വിജയമാണ് കാണുന്നത്. അൽ ഖുതുബിയത്തു ഹിയൽ ഫിത്ന. ഖുതുബിസം എന്ന് പറഞ്ഞാൽ അത് ഫിത്നയാണ്. എന്താണ് ഖുതുബിസം? സയ്യിദ് ഖുതുബ് കൊണ്ടുവന്ന വിശ്വാസമാണ്. അത് ഇന്ത്യ രാജ്യത്ത് അബുൽ മൗദൂദിയാണ് കൊണ്ടുവന്നത്. അവരുടെ സഹകാരികളായിരുന്ന ഉമ്മുമാറയെ പോലുള്ള ആളുകൾ തന്നെ ഇന്ത്യ മുതൽ പാകിസ്ഥാൻ വരെയുള്ള, അൾജീരിയ മുതൽ പിന്നെ ഇന്തോനേഷ്യ വരെയുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ചെറുപ്പക്കാരെ വശീകരിക്കാനുള്ള ലഘുലേഖകളിൽ സ്ഥാനം പിടിച്ച ഒരു പ്രയോഗമുണ്ട്, ഹാക്കിമിയത്തുള്ള എന്ന സിദ്ധാന്തം. ആ സിദ്ധാന്തം കേട്ടാൽ മനോഹരമായി തോന്നും. ഖവാരിജുകളെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെതിരെയും അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെതിരെയും അവർ ആയുധമെടുത്തത്. സ്വഹാബികളെ കൊന്നുകളയാൻ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം മതി. അതിനവർ ഓതിയത് ഖുർആനിലായത്ത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ആയത്ത് സത്യമാണ്, പക്ഷെ ഉരീദ ബിഹാ ബാത്തിൽ, കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ ബാത്തിൽ, സത്യത്തിന്റെ വചനമാണ്, പക്ഷേ ബാത്തിലാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് സാരം. ചെറുപ്പക്കാരിന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായി പിടിമുറുക്കപ്പെട്ടിരിക്കുന്ന ഒരു വലയാണ് തീവ്രവാദത്തിന്റെ വല. തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വടക്കോ കിഴക്കോ ഏതെങ്കിലും ദിക്കിലോ കടന്നു വന്നാൽ മുസ്ലിങ്ങളായവർ അല്ലെങ്കിൽ സലഫി കുപ്പായമിട്ട ആളുകൾ അല്ലെങ്കിൽ അഹ്ലുസുന്നയാണ് എന്ന് പറയുന്നവർ അവർക്ക് തന്നെ തീവ്രവാദികളോട് ഒരു അനുഭാവം തോന്നുന്ന ഒരു സാഹചര്യം വളർത്തിയെടുക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംരക്ഷകരാണ് എന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുള്ള യഹൂദികളും ഫാഷിസ്റ്റുകളും നരാധമന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഭരണകൂട ഭീകരതയും അവരുടെ താല്പര്യങ്ങളെ അത് നടപ്പാക്കാൻ അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവരുടെ അജണ്ട അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യ രാജ്യത്തിന്റെ പല ദിക്കുകളിലും ഇന്ന് തീവ്രവാദ ചലനങ്ങളുമായി കടന്നു വരുന്നത് എന്നതൊരു വസ്തുതയാണ്. ലോകത്തുടനീളം തീവ്രവാദികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഐക്യപ്പെട്ടു. സലഫികളെന്ന് തീവ്രവാദികൾക്ക് ഇസ്ലാമിന്റെ പേരുണ്ടായതുകൊണ്ട് ആ പേരിൽ അവർ അനുകൂലിക്കാൻ പോയില്ല. അവർ ഖവാരിജുകളുടെ പിന്മുറക്കാരാണ് എന്ന് വ്യക്തമായി ബഹുജനങ്ങളെ ബോധവൽക്കരിച്ചു. അതിന് ഗുണവുമുണ്ടായി. അങ്ങനെ എല്ലാ രാജ്യത്തും തീവ്രവാദികൾക്ക് പിറകോട്ടു പോകേണ്ട മുത്തത്തരിഫുകളായ തീവ്ര സ്വഭാവമുള്ള ആളുകൾക്ക്, അതായത് ഒരു മുസ്ലിം എവിടെയാണ് ആരംഭിക്കേണ്ടത് എന്നതല്ല അവരുടെ അജണ്ട, ഇസ്ലാമിന്റെ വികാരം മാത്രമാണ് അവരുടെ അജണ്ട. അവർക്ക് കാനേഷുമാരി മുസ്ലിം മതി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ മക്കബറ പൂജ നടത്തുന്നവനാണ്, അത് വിഷയമല്ല. തീവ്രവാദി നേതാവായിരുന്ന അബുൽ മൗദൂദി പാകിസ്ഥാനിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ അയാളുടെ ഒരു നയരേഖ, ഒരു ധവളപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അബുൽ മൗദൂദി 1973 മാർച്ച് ലക്കത്തിൽ അവരുടെ മുഖപത്രമായ അദ്ദഅവ, മലയാളത്തിൽ പ്രബോധനം, ഉറുദുവിൽ അതിന് അദ്ദഅവ എന്നാണ് പേര്, ഇന്നും പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണമാണ്. ഇവിടെ പ്രബോധനം എന്ന പേരിൽ കേരളത്തിൽ ഇറക്കുന്നു. എന്നാൽ മൗദൂദി നേരിട്ട് എഡിറ്ററായിക്കൊണ്ട് പാകിസ്ഥാനിൽ പുറത്തിറക്കിയിരുന്ന പ്രസിദ്ധീകരണമാണ് അദ്ദഅവ. ആ അദ്ദഅവയുടെ മുഖപത്രത്തിൽ അയാൾ കൃത്യമായി എഴുതി, ഞങ്ങൾ ഈമാൻ കാര്യങ്ങളിലോ ഇസ്ലാം കാര്യങ്ങളിലോ തമ്മിൽ തർക്കിക്കാറില്ല. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇന്നത് സലഫി, ഇന്നത് സുന്നി, അവരാണ് ശരി, ഇവനാണ് തെറ്റി എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഇന്ന വ്യക്തിയാണ്, ഒരു മിയാൻ, ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ട് പറയുന്നു അയാൾ ദസ്തഗീർ ഔലിയയുടെ മുരീദാണ്. മൗദൂദിയാണ് എഴുതുന്നത്. അയാൾ ദസ്തഗീർ ഔലിയയുടെ മുരീദ. ആരാ ദസ്തഗീർ ഔലിയ? അബ്ദുൽ ഖാദർ ജീലാനിയാണ്. അപ്പൊ അബ്ദുൽ ഖാദർ ജീലാനി റബ്ബാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തരീഖത്ത്, ജീലാനി തരീഖത്ത്. ഇന്ന് നമ്മുടെ നാട്ടിൽ CM ആണ് പടച്ചോൻ എന്ന് പറയുന്നത് പോലെ അബ്ദുൽ ഖാദർ ജീലാനി പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന തരീഖത്താണ് ജീലാനി തരീഖത്ത്. ആ ദസ്തഗീർ ഔലിയ പടച്ചോനാണ് എന്ന് വിശ്വസിച്ച് റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ ഈ ദസ്തഗീറിന് നൽകുന്ന ഒരു വിഭാഗത്തിന്റെ അയാളുടെ മുരീദായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടേത് എന്ന് പറഞ്ഞിട്ടാണ് അബുൽ മൗദൂദി ഒരു സ്ഥാനാർത്ഥിയെ സമർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതാ, അങ്ങനെയല്ലല്ലോ ഇസ്ലാം ആദ്യം വിശ്വാസം ക്ലിയർ ആകണം. ഇസ്ലാമിന്റെ വക്താവായിട്ടാണ് വരുന്നെങ്കിൽ ഇയാൾ പറയുന്നത് പിന്നെ ഈ തീവ്രവാദ പോരാട്ടങ്ങളെ കുറിച്ച് ഇറാൻ എന്ന് പറഞ്ഞ അഹ്ലുസുന്നയെ തകർക്കാനുണ്ടായതാണ്. അവർക്ക് ഖുർആനില്ല. കാരണം യഥാർത്ഥ ഖുർആനിൽ 17,000 ആയത്തുണ്ടെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. അലിയാണ് ഒന്നാമത്തെ ഖലീഫയാകേണ്ടത് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
ഇവരെല്ലാം കാഫിറുകളാണ് എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഖുമൈനി അടക്കമുള്ള ഇന്നത്തെ ഇറാനിലെ ഇസ്നാശരി ഷിയാക്കൾ മുഴുവൻ ഭൂരിപക്ഷം വരുന്ന അവരാണ്. അവർ വിശ്വസിക്കുന്നവർ കാഫിറുകളാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. 12ാമത്തെ ഇമാം മഹ്ദി മുൻതളർ എന്ന് പറയുന്ന 12ാമത്തെ ഇമാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നടപ്പാക്കുന്ന പ്രവർത്തനം ആയിഷ റളിയല്ലാഹു തആല അൻഹക്കെതിരെ ഹജ്ജ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് തെമ്മാടികളും ഫാസിഖുകളും കാഫിറുകളുമാണ് ഈ ഇസ്നാശരി ഷിയകൾ. അറിയാമോ നിങ്ങൾക്ക്? ആ ഈ ഷിയകൾ ഇറാനിൽ റിളാ ഷാ പഹ്ലവിയെ പുറത്താക്കി ഖുമൈനി അവിടെ അധികാരത്തിൽ വരുമ്പോൾ അവിടെ നടന്ന ഷിയഈ വിപ്ലവത്തെക്കുറിച്ച് അബുൽ അഅ്ല മൗദൂദി എഴുതി വെച്ചത് സിമിയുടെ പ്രവർത്തകർ, അതായത് പഴയ മൗദൂദിസ്റ്റുകൾ, അന്ന് സിമിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലെയുള്ള ആളുകളാണ്. പിന്നെ അവർ മിതവാദികളായി മാറി, ജമാഅത്തെ ഇസ്ലാമിയായി പരിവർത്തിച്ചു. യഥാർത്ഥ മൗദൂദിസം സിമിയാണ്, നിരോധിക്കപ്പെട്ട സിമിയാണ്, NDF ആണ്. അവർ അന്ന് എഴുതി, അവരുടെ പ്രസിദ്ധീകരണം എഴുതി. അവർ ഖുമൈനിയുടെ അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകം ഇസ്ലാമിക ഗവൺമെന്റ് എന്ന പേരിൽ ഈ സിമിക്കാർ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇന്നും ബുക്ക് സ്റ്റാളുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ആമുഖത്തിൽ അവർ എഴുതി വെച്ചു മൗദൂദിയുടെ വാചകം എന്താണ്, മലയാളത്തിലുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചു. ഇന്ന് ഇറാനിൽ ഷിയകൾ നടത്തിയ വിപ്ലവം 100% ഇസ്ലാമിക വിപ്ലവമാണ്, സൗറ ഇസ്ലാമിയ എന്നാണ് മൗദൂദി പറഞ്ഞത്. 100% ഇസ്ലാമിക വിപ്ലവമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇഖ്വാനികളായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കുറെ പ്രതിരൂപങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. സലഫികളാണ് എന്ന് അവർ ധ്വനിപ്പിക്കും, പക്ഷേ സലഫികളെ വിമർശിക്കലാണ് ജോലി. സലഫിയിലെ കിബാറിൽപ്പെട്ട ഉലമാക്കളൊക്കെ ഭീരുക്കളാണ് എന്നും ഫിഖ്ഹിന്റെ മസാലകൾ ചർച്ച ചെയ്യുന്നവരാണ് എന്നും വാഖി എന്താണെന്ന് അറിയാത്തവരാണ് എന്നും നിരന്തരമായി അവരുടെ പ്രബോധകരുടെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ യഥാർത്ഥ സലഫികളായ ആളുകൾക്കും തോന്നും ഒന്നിനും കൊള്ളാത്ത എല്ലും തോലുമായി നിൽക്കുന്ന കുറച്ച് പണ്ഡിതന്മാരാണ് സലഫികൾക്കുള്ളത്. ഒരിക്കലുമല്ല. ഈ ലോകം മുഴുവൻ ഭരിക്കാൻ മാത്രം കെൽപ്പുള്ള നയതന്ത്ര പാഠവും വ്യക്തമായ ആഴമേറിയ ബുദ്ധികൂർമ്മയും അതേപോലെ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുമുള്ള ഉന്നതരായ പണ്ഡിതന്മാർ എന്നുള്ളത് സലഫികൾക്ക് മാത്രമാണ്. സലഫി ഉലമാക്കൾ എന്തു പറയുന്നു എന്നാണ് ഓരോ പ്രശ്നം വരുമ്പോഴും ലോകം കാതോർക്കുന്നത് എന്നത് നിങ്ങൾ തമാശയായി കാണേണ്ട ഒരു കാര്യമല്ല. ലോകത്തൊരു പ്രശ്നം വരുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്നുള്ളതും സലഫികൾ ഭരിക്കാത്ത രാജ്യങ്ങളിൽ പോലും സലഫി ഉലമാക്കൾക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന സ്വാധീനമുള്ള ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമുക്ക് സന്തോഷത്തിന് വകയുള്ള ഒരു സംഗതിയാണ്. ഈ സലഫി ഉലമാക്കളെ തള്ളിക്കളയാനൊന്നും സൂഫികൾക്ക് പോലും സാധിക്കാറില്ല എന്നുള്ളത് ഇന്നത്തെ അന്താരാഷ്ട്രമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ പുറത്ത് അങ്ങനെയല്ല, അവർ സലഫികൾ ഇങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കും. ഷംസുദ്ദീൻ നദ്വി എന്ന് പറയുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമി നേതാവുണ്ട്. അമീറോ അസിസ്റ്റന്റ് അമീറോ കണ്ടാണ് ഇപ്പോ ജീവിച്ചിരിപ്പുള്ളതാണ്. അയാൾ വേങ്ങരയിൽ വെച്ച് അയാൾ ഒരു പൊതുപ്രഭാഷണം നടത്തുന്നത് 10-15 കൊല്ലം മുമ്പ് നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അയാൾ പറയാണെന്ത്, ഖാദിമുൽ ഹറമൈനി എന്നല്ല പറയേണ്ടത്, ഫഹദ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഫഹദ് രാജാവിന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ വേങ്ങര എന്ന വേദിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ ഷംസുദ്ദീൻ നദ്വി, ഇന്ന് അയാൾ അമീറോ അസിസ്റ്റന്റ് അമീറോ ആണ്, വലിയ നേതാവാണ്. അയാൾ പരസ്യമായി പ്രസംഗിച്ചു. ഞാൻ സ്വാഭാവികമായും ഇവരുടെ സംഭാഷണം എന്താണെന്ന് കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കളോടൊപ്പം അയാൾ പറഞ്ഞ കാര്യം, അയാൾ ഖാദിമുൽ ഹറമൈനി അല്ല, ഖാദിമുൽ ഹറാമൈനിയാണ്. നഊദു ബില്ലാ. എന്താ ഹറാമൈനി എന്ന് പറഞ്ഞാൽ? 2 ഹറാമുകൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. ഒന്ന് ഈ അമേരിക്ക, 2 യഹൂദികൾ. സയനിസത്തിന് വേണ്ടിയും അമേരിക്കക്ക് വേണ്ടിയും ഖിദ്മത്ത് എടുക്കുന്നവരാണ് ഈ ഖാദിമുൽ ഹറമൈനി, ഖാദിമുൽ ഹറാമൈനിയാണ് എന്ന് പറയുന്നവരാണ് ഇന്നത്തെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് തിരിച്ചറിയണം. അവരാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നിരന്തരമായി തീവ്രവാദികളോട് അനുഭാവമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ. കിബാറിൽപ്പെട്ട ഉലമാക്കളെ കുറിച്ച് അവർ പരിഹസിക്കും. കാർട്ടൂണുകൾ പുറത്തിറക്കാറുണ്ട്, പണ്ഡിതന്മാരെ പരിഹസിക്കുന്ന കാർട്ടൂണുകൾ. അവരെ ജാമികളെന്ന് വിളിച്ച് കളിയാക്കും, റബീകളെന്ന് മദ്ഖലികളെന്ന് വിളിച്ച് കളിയാക്കും. ഇങ്ങനെ സലഫി കുപ്പായവും സലഫി തൊപ്പിയും ഇട്ട് ഞാൻ സലഫിയാണ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ആദർശ പ്രചാരകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഇഖ്വാനികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഈജിപ്തിൽ നിന്ന് നേരിട്ട് നൂലുകെട്ടി തൂക്കി ഇറക്കിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അദ്ഹരിമാർ. അവര് പറയാണ് ഇത് ജാമികൾ, അത് മദ്ഖലികൾ, എന്നിട്ട് സലഫികളെ ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളും. അവർ പ്രശംസിക്കുന്നത് മുഴുവൻ ആരെയാണെന്നറിയാമോ? അവർ എടുത്തു കാണിക്കുന്ന ആരെയാണെന്നറിയാമോ? ഒന്ന് ഐസിസിനെ. പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും അവരുടെ ആശയങ്ങളെ അവർ പ്രൊമോട്ട് ചെയ്യും. പ്രത്യക്ഷമായി എതിർക്കും, എന്നാൽ അവർ പറയുന്ന ആശയങ്ങൾ ഇവർ പ്രൊമോട്ട് ചെയ്യും. എന്നാൽ ഐസിസിന്റെ അതേ വാദങ്ങൾ പേറുന്ന ഇഖ്വാനികളെയും അതേപോലെ തന്നെ ഇഖ്വാൻ മുസ്ലിമൂനെയും അതിന്റെ ഹമാസിനെയും ഒക്കെ അവർ ഇസ്ലാമിക പോരാളികളായിട്ട് അവതരിപ്പിക്കും. ഹമാസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന് ഒരു ഗുണവും ചെയ്യാത്ത ഒരു വർഗമാണ്.
ഹമാസിന്റെ സാന്നിധ്യം മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് ദോഷമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പണ്ഡിതന്മാരെ കളിയാക്കലും അവമതിക്കലുമാണ് അവരുടെ ശൈലി. ഇന്ന് ഹമാസിനെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവർ ഫാഷിസ്റ്റുകളെ അനുകൂലിക്കുന്നവരും യഹൂദികൾക്ക് വിടുപണി ചെയ്യുന്നവരും എന്നാണ് ഇഖ്വാനികൾ പ്രചരിപ്പിക്കാറുള്ളത്. ഈ പറഞ്ഞ ഇത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, NDF, പോപ്പുലർ ഫ്രണ്ട് പ്രവൃത്തികൾ മാത്രമല്ല ഇന്ന് ഇത് പറയുന്ന കൂട്ടത്തിൽ സലഫികൾ എന്ന് പ്രചരിപ്പിക്കുന്നവരും വന്നിരിക്കുന്നു. അജണ്ടകൾ മാറി. അതായത് ഈ ഉമ്മത്തിൽ തന്നെ ശരിയായ സലഫിയത്ത് പഠിക്കുകയും അത് പഠിക്കാൻ അവസരമൊരുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട പ്രബോധന പ്രവർത്തനവുമായി ഇസ്ലാമിനെയും ഇസ്ലാമിക ഉമ്മത്തിനെയും തർബിയത്ത് ചെയ്ത് വളർത്തിയെടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ ആ ഒരു ദിശയിലേക്ക് സ്വീകരിക്കപ്പെടുമ്പോഴേക്കും അവരെന്ത് ചെയ്തു? ഈ കൂട്ടായ്മയെ തകർക്കുന്നു. അതേപോലെ തന്നെ പഠനത്തെ അവർ തള്ളുന്നു, ദൗറകളെ അവർ വിമർശിക്കുന്നു. ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒരു സംഗതിയല്ല. ഇത് വ്യക്തമായ ഒരു അജണ്ടയാണ്. നമ്മുടെ യൗവനം വഴിമാറിപ്പോയിരിക്കുന്ന ഒരു മേഖല ഈ ഒരു തീവ്രവാദം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. കാരണം ഇന്ന് സലഫികൾ എന്ന് പറയപ്പെടുന്ന പലരും ഇഖ്വാനികളുടെ കടിഞ്ഞാണുകളിലെ നൂലുകളിലെ പാവകൾ മാത്രമാണ്. അവരിളക്കുന്നതിനനുസരിച്ചാണ് ഈ പാവകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷമായും ധീരമായും ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങളും അടിസ്ഥാനങ്ങളും തുറന്നു പറയുക എന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ ശരി തന്നെ, പക്ഷെ പറയാൻ പറ്റൂല. തൗഹീദ് അടക്കം ഖബറിന്റെ മുന്നിൽ പൂജ നടത്തുന്നവൻ, ഖബറാളിയെ വിളിച്ചു തേടുന്നവൻ അവൻ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പോലും പറയാൻ ഈ അഭിനവ സലഫികൾ സമ്മതിക്കുകയില്ല. അവർക്കറിയില്ല തങ്ങളെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് ഇഖ്വാനികളാണ് എന്ന്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്. തുറന്നു പറയുകയല്ലാതെ പരിഹാരമില്ല എന്നതുകൊണ്ടാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ലോകത്തുടനീളം ഇഖ്വാനികൾക്കെതിരെ ജാഗരണമുണ്ടായി. മുസ്ലിങ്ങളും അല്ലാത്തവരും അവർക്കെതിരെ തിരിഞ്ഞു. ഇഖ്വാനി നേതാക്കന്മാർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സയ്യിദ് ഖുത്ബ് തൂക്കിലകറ്റപ്പെട്ടു. സയ്യിദ് ഖുത്ബിന്റെ സഹോദരനായ മുഹമ്മദ് ഖുത്ബ് അയാൾ അഭയം തേടി സൗദിയിലേക്ക് കടന്നു വന്നു. സൗദിയെ ഒരു കാലത്ത് അങ്ങേയറ്റം ദ്രോഹിച്ച, ആയുധം കൊണ്ടും ആദർശ പ്രചാരണം കൊണ്ടും സൗദിയെയും സലഫികളെയും വിമർശിച്ചതിനും നേതൃത്വം കൊടുത്ത ഈ മുഹമ്മദ് ഖുത്ബ് പോലും സൗദിയിൽ വന്ന് ഞങ്ങൾക്ക് നിങ്ങൾ അഭയം തരണമെന്ന് പറഞ്ഞപ്പോൾ അഭയം കൊടുക്കാൻ ഫഹദിന്റെ ഭരണകൂടം തയ്യാറായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പക്ഷേ അവർ വഞ്ചന കാണിച്ചു. ഇഖ്വാനികൾ വഞ്ചിക്കുമെന്ന് പഠിക്കേണ്ടതായിരുന്നു. ചില ഉലമാക്കളൊക്കെ അന്ന് ചൂണ്ടിക്കാണിച്ചു ഇവർക്ക് അഭയം കൊടുക്കുന്ന ദോഷം ചെയ്യാനിടയുണ്ട്. പക്ഷേ പ്രത്യക്ഷമായി അവർക്ക് അങ്ങനെ തോന്നിയില്ല. ഒരുപാട് പേർ അഭയം കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് ഉപജീവനത്തിന് വേണ്ടി അവർ പണ്ഡിതന്മാരാണല്ലോ എന്നുള്ള നിലക്ക് സൗദി അറേബ്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും അവർ അധ്യാപകരായി നിശ്ചയിക്കപ്പെട്ടു. ആര്? ഇഖ്വാനി നേതാക്കൾ, മുഹമ്മദ് ഖുത്ബിനെ പോലെയുള്ള ആളുകൾ, മുഹമ്മദ് ബിൻ സുറൂറിനെ പോലെയുള്ള ആളുകൾ. അങ്ങനെ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അവർ അധ്യാപകരായി. അവർ നല്ല വാചക വൈഭവമുള്ളവരാണ്. അവർ വലിയ ഗ്രന്ഥങ്ങൾ എഴുതുന്നവരാണ്. നല്ല വാഗ്വിലാസം നടത്താൻ മാത്രം ഭാഷ കയ്യിലുള്ളവരാണ്. പക്ഷേ അതൊക്കെ ഉപയോഗപ്പെടുത്തി പുറമേക്ക് സലഫി അഖീദയുടെ ചില ഭാഗങ്ങൾ മാത്രം പറയുകയും ഉള്ളിലൂടെ ഈ ചെറിയ കുട്ടികൾക്കിടയിലേക്ക് ഇഖ്വാനിയത്തും ഹവാരിജിയത്തും തന്നെ കടത്തിവിടുകയും ചെയ്തു. ഈ മധ്യകാലത്ത് സൗദി അറേബ്യ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. അവിടെ അവർ അഭയം കൊടുത്ത ആളുകൾ ഉണ്ടാക്കിയ ഫിത്തനകൾ, അവരുണ്ടാക്കിയ ഗ്രൂപ്പുകൾ. മനുഷ്യാവകാശ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ സൗദി അറേബ്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലജ്നത്തുൽ ഹുഖൂഖ് എന്ന പേര്. ഞങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ, വൃദ്ധന്മാരുടെ അവകാശങ്ങൾ, മനുഷ്യരുടെ അവകാശങ്ങൾ അതിനുവേണ്ടി പോരാടുന്നു എന്ന് പറഞ്ഞ് സൗദി ഭരണകൂടത്തിനെതിരെ നിഗൂഢ പ്രവർത്തനങ്ങളുമായി വന്നു. ഹറമിൽ പോലും സ്ഫോടനങ്ങൾ ഉണ്ടായി. മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് വലിയ സ്ഫോടനമുണ്ടായി. പലരും വധിക്കപ്പെട്ടു. ഇതിന്റെ പിന്നാലെ പോയപ്പോഴായി ലജ്നത്തുൽ ഹുഖൂഖിന്റെ ആളുകളാണ്. ലജ്നത്തുൽ ഹുഖൂഖിന്റെ ആളുകളാരാ? ഈ മുഹമ്മദ് ഖുത്ബ് വളർത്തിയെടുത്ത ശിഷ്യന്മാരാണ്. മുഹമ്മദ് ബിൻ സുറൂർ. പ്രത്യേകത എന്താ? പുറത്ത് സലഫികൾ എന്ന് പറയും, അകത്ത് ഇഖ്വാനിസം. ഇവരെയാണ് നമ്മൾ കേരളത്തിൽ സുറൂരികൾ എന്ന് പറഞ്ഞിരുന്നത്. ഈ സുറൂരിയത്തിനെ കേരളത്തിൽ തുറന്നു കാണിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനം കൊണ്ടിരുന്ന ഒരു ഇസ്ലാഹി പ്രസ്ഥാനമുണ്ട് ഇവിടെ. അവരിന്ന് സുറൂരിയത്തിന്റെ പിടിയിലകപ്പെട്ട് സുറൂരികളുടെ അജണ്ടകൾ നടപ്പാക്കി ഈ സലഫികളെ തന്നെ സ്വയം തമ്മിൽ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തുടങ്ങിയിടത്ത് നിൽക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ വിരളമായ കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. വളരെ സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചെറുപ്പക്കാരെ എങ്ങനെയാണ് സലഫികളിൽ നിന്ന് തീവ്രവാദികൾ കൊണ്ടുപോകുന്നത് എന്ന്. ഇവിടെ യമനിലേക്ക് യാത്ര പോയ പല ചെറുപ്പക്കാർ, അവരുടെ പിന്നാലെ NIA യും ഇവിടുത്തെ ഭരണകൂടങ്ങളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യമുണ്ടായി.
ചിലയിടത്തൊക്കെ പത്രങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. സലഫികൾക്ക് പല ലാപ്പുകളുണ്ട്. ഈ റിലേക്ക് നമ്മൾ ഓടുകയുണ്ടോ, ആദ്യത്തെ വടി രണ്ടാമത്തെ ആളെ കയ്യിൽ കൊടുക്കും, പിന്നെ മൂന്നാമത്തെ ആൾ കൊടുക്കും. തീവ്രവാദത്തിന്റെ ലാപ്പുകൾ ഞങ്ങൾ നോക്കുമ്പോൾ അവസാനത്തെ വടി സലഫികളുടെ കയ്യിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായി. പക്ഷെ അവർക്ക് യാഥാർത്ഥ്യം പിന്നീട് മനസ്സിലായി. സലഫിയുടെ പേരും അവർ സലഫികളെ അല്ല. സലഫിയത്തിന്റെ പാഠം ലഭിച്ചവർ, സലഫിയത്തിന്റെ തർബിയത്ത് ലഭിച്ചവർ ഒരു യമനിലെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ടില്ല. ഒരു സലഫിയെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയുകയില്ല. പോയവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഒന്നുകിൽ പഴയ സിമിയാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ തരീഖത്ത് പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ കാന്തപുരത്തിന്റെ ടീമിൽപ്പെട്ടവരാണ്. ഈ ആളുകളാണ് ഇന്ന് കേരളത്തിൽ പിടിക്കപ്പെട്ട തീവ്രവാദികൾ എന്ന് കാണാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് പോയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ സൂഫികളോട് ചേർന്ന് നിൽക്കുന്ന ഇഖ്വാനികളും അവരാണ്. എന്താണ് സലഫികൾ എന്ന് പറഞ്ഞാൽ സുതാര്യമാണ് അവരുടെ ദഅവത്ത്. അവർക്ക് അകത്തൊന്ന് പുറത്തൊന്ന് രണ്ട് അജണ്ടയില്ല, തഖിയ്യത്തില്ല. ഇഖ്വാനികൾക്കും ഷീഇകൾക്കും ഉള്ളതുപോലെ അകത്തൊന്ന് പുറത്തൊന്ന് എന്നാൽ നമ്മൾ പറയുന്നെന്തോ അതിനെ പ്രവർത്തിക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്നെന്തോ അതിനെ വിശ്വസിക്കുന്നത്. ബഹുജനങ്ങളുടെ മുന്നിൽ മാത്രം പറയാനൊന്നും, രഹസ്യമായ സെക്രട്ടേറിയറ്റുകൾ പറയാൻ മറ്റൊരു വിഷയവും നമുക്കില്ല. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം സുതാര്യമാണ്. ഇസ്ലാമിന്റെ പള്ളികൾ പോലെയാണ്. ഇസ്ലാമിന്റെ പള്ളികളിൽ ഒരു ദുരൂഹതയുമില്ല, തുറന്നു കിടക്കാണ്. കാരണം പ്രതിഷ്ഠകളില്ല, സംവിധാനങ്ങളില്ല. ആർക്ക് വരുന്നവനും പോകുന്നവനും ഒക്കെ ജനാലുള്ളിൽ കൂടെ നോക്കിയാൽ പള്ളിയിൽ എന്താ നടക്കുന്നതെന്ന് കാണും. ദുരൂഹമായ ഒരു ഇബാദത്തും അവിടെയില്ല. ക്ലിയറാണ്, സുതാര്യമാണ്. ഇസ്ലാമിന്റെ വിശ്വാസവും അങ്ങനെയാണ്. ഇങ്ങനെ സുതാര്യതയുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലേക്കാണ് ഈ കലർപ്പുകൾ ഇട്ടുകൊടുക്കുന്നത് തീവ്രവാദികൾ. അതുകൊണ്ട് ഇന്ന് യൗവനം വഴിതെറ്റിപ്പോകുന്ന ഒരു രീതി. ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ആദ്യം ഖുർആനാണ് പഠിക്കേണ്ടത്, തൗഹീദാണ് പഠിക്കേണ്ടത്. പഠിപ്പിക്കേണ്ടത് ഖുർആനാണ്, പഠിപ്പിക്കേണ്ടത് തൗഹീദാണ്. പക്ഷേ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് കാണാനില്ല. ഖുർആൻ ഓതും, മനോഹരമായിട്ട് ഓതും, പക്ഷെ തൊണ്ടക്കുഴിയിൽ താഴോട്ടിറങ്ങില്ല. ഖുർആന്റെ ആശയം അവർക്ക് അറിഞ്ഞുകൂടാ. തൗഹീദ് അവർക്കറിയില്ല. ശിർക്കിന്റെ ഗൗരവം അവർക്കറിയില്ല. ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാണ് എന്ന് പറയാൻ അവന് ത്രാണിയില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഇഖ്വാനികളെല്ലാം ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നവർക്കറിയാം, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നറിയാം. പക്ഷെ ആ കാര്യം പഠിപ്പിക്കണമെന്നും അതാണ് ഇസ്ലാമിന്റെ ആധാരമെന്നും അതാണ് ഇസ്ലാമിന്റെ ആത്മാവ് എന്നുമുള്ള ഒരു ബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് ഇവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹ് നന്മ വരുത്തുന്നവരാണ്. ഇന്നത്തെ ഇഖ്വാനികൾ പറയുന്നെന്താ, ഈ തീവ്രവാദികൾ പറയുന്നെന്താ, ഞങ്ങൾ ഉമ്മത്തിന് നന്മ വരുത്തുന്നവരാണ്. അതെ, പഴയ മുനാഫിക്കുകൾ പറഞ്ഞ അതേ വർത്താനം. ഖുർആൻ പറഞ്ഞു, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ യഥാർത്ഥത്തിൽ കുഴപ്പകാരികളാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. വലാകിൻ ലാ യശ്കുറൂൻ, അവരത് മനസ്സിലാക്കുന്നില്ല. അതാ ഞാൻ പറയുന്നത്, ഇന്ന് ഈ തീവ്രവാദികൾ, കെണിയിൽപ്പെട്ട ആളുകൾ, അവർ മനസ്സിൽ ഞങ്ങൾ നന്മയാണ് പ്രവർത്തിക്കുന്നത്, വിപ്ലവമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥ വിപ്ലവം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നതാണ് എന്നും. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ തൗഹീദ്, റബ്ബിനെ മാത്രം പ്രാർത്ഥിക്കുന്ന, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, റബ്ബിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന ഈമാൻ ഉണ്ടായിരിക്കണമെന്നും അവൻ അറിഞ്ഞുകൂടാ. മുസ്ലിം സമുദായത്തിന്റെ ഭരണം ഉണ്ടാകണമെന്നാണ് അവൻ പഠിച്ചത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം തന്നെ. ഏത് വിധേനയും അത് സ്ഥാപിക്കലാണ് ഒരു മുസൽമാന്റെ ഡ്യൂട്ടി. അത് നേടുന്നത് വരെ ഒരു മുസൽമാന്റെ വാൾ ഉറയിൽ പോകാൻ പാടില്ല എന്നും തഫ്ഹീമാത്തിൽ അബുൽ അഅ്ല മൗദൂദി എഴുതി വെച്ച ആശയം അത് നല്ലതായിട്ട് തോന്നും. ഇസ്ലാം വേണം, ഇസ്ലാമിന്റെ ഭരണം വേണം എന്നല്ലേ പറയുന്നുള്ളൂ. പക്ഷേ ഇസ്ലാമിന്റെ ഭരണം എന്നേ ഉള്ളൂ, ഇസ്ലാമില്ല. ഇസ്ലാമില്ലാതെ എങ്ങനെ ഇസ്ലാമിക ഭരണം ഉണ്ടാകും? ചുമരില്ലാതെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു ബോർഡ് ഉണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഇസ്ലാം ഉണ്ടെങ്കിലല്ലേ ഇസ്ലാമിക ഭരണം നടത്താൻ പറ്റൂ. ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമുദായമാണ്, ഖബർ പൂജകരാണ്, സൂഫികളാണ്, തരീഖത്തുകാരാണ്, റബ്ബും സൃഷ്ടിയും ഒന്നാണ് എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ ഇസ്ലാം. ആ ഇസ്ലാമിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ അവർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിന്റെ അഭിമാന പോരാളികളാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ അത് പറയാൻ പാടില്ല. സൂഫികളും സലഫികളും രണ്ട് ദിശയിൽ നിൽക്കുമ്പോൾ ഇഖ്വാനികൾ സൂഫികളുടെ കൂടെ നിൽക്കും. അഹ്ലുസുന്നയും ഷീകളും രണ്ട് ദിശയിൽ പോരാട്ടം നടത്തുമ്പോൾ ഇഖ്വാനികൾ ഷീകളുടെ പക്ഷം ചേർന്ന് പോരാട്ടം നടത്തും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സലഫികളെയും സുതാര്യമായി സലഫിയത്ത് പറയുന്നവരെയും അഹ്ലുസുന്നയെയും നിരന്തരമായി അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും പുറത്തു നിർത്തുകയും ചെയ്യുന്ന ആളുകൾ കുഫറിന്റെയും ഷിർക്കിന്റെയും ഖബർ പൂജയുടെയും ആളുകളെ മഹത്വവൽക്കരിക്കുകയും അവരെ സമുദായത്തിന്റെ ഉയരത്തിൽ കൊണ്ടുവരുത്തുകയും തൗഹീദിന്റെ വക്താക്കളെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച അത് യഹൂദികളുടെയും ഇഖ്വാനിയത്തിന്റെയും പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത് ആത്യന്തികമായ വിജയമൊന്നുമല്ല. സലഫികളെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണത്തിലെ ഒരു ഘട്ടം മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, ഫിറഔൻ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി ആളുകളെ പ്രകോപിപ്പിച്ച് ഇളക്കി വിട്ടു.
നിങ്ങൾ മൂസയെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഫിറഔൻ പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? ഫിറഔൻ പറഞ്ഞ ന്യായം മൂസ ഫിത്തനക്കാരനാണ്. ഇപ്പൊ സലഫികൾ ഫിത്തനക്കാരാണെന്ന് ആൾക്കാർ പറയുന്നു. തൗഹീദ് വ്യക്തമായി പറയുന്നവർ ഫിത്തനക്കാർ, ഹക്ക് മറച്ചു വെക്കാത്തവർ ഫിത്തനക്കാർ. പ്രാമാണികമായി പറയുന്ന ഹക്കുകളെ ഗണ്ണിക്കാൻ സാധ്യമല്ല, പക്ഷേ അവർ ഫിത്തനക്കാരെന്ന് നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഫിറഔൻ ചെയ്ത രീതിയാണ്, ഇത് ഫിറഔനിസമാണ്. വഖാല ഫിറഔൻ, ഫിറഔൻ പറഞ്ഞു, സറൂനി അഖ്തുൽ മൂസ, നിങ്ങൾ എന്നെ ഒന്ന് വിടുക, ഞാൻ മൂസയെ കൊല്ലട്ടെ. വൽയദു റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, ഞാൻ ഭയപ്പെടുന്നത് മൂസ വന്ന് നിങ്ങളുടെ മതത്തിൽ മാറ്റം വരുത്തും, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. മൂസാ നബിയെ കുറിച്ച് ഫിറഔൻ പറഞ്ഞ വാക്കാണെന്ന് സലഫികളെ കുറിച്ച് ഇഖ്വാനി കുപ്പായമിട്ട സലഫികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? ഇവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, ഉമ്മത്തിൽ ഫിത്തനയുണ്ടാക്കുന്നവരാണ്, ഇവർ പ്രശ്നക്കാരാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? വളരെ സുതാര്യമായി സത്യം പറയുന്നു, പ്രചരിപ്പിക്കുന്നു. ഏതെങ്കിലും നിലക്കുള്ള ഭൗതിക അജണ്ടകളില്ല. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ആ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ തുടങ്ങി അതിൽ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കേണ്ട അജണ്ട ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഹക്ക് തുറന്നു പറയുന്ന, സുതാര്യമായി പറയുന്ന, അവർ പറയുന്നതിനെ ഗണ്ണിക്കുന്ന ആളുകൾക്ക് പ്രമാണം കൊണ്ട് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയുന്ന ആളുകളെ ഈ സമൂഹത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവർ, സമൂഹത്തിന്റെ വാക്ക് അറിയാത്തവർ, അതേപോലെ തന്നെ ഫിത്തനയുണ്ടാക്കുന്നവർ, ഭിന്നിപ്പുണ്ടാക്കുന്നവർ എന്ന ഒരു പ്രചാരവേല ഇത് യാദൃച്ഛികമായി കടന്നു വന്ന ഒന്നല്ല. ഇതിന്റെ പിറകിൽ ആഗോളതലത്തിൽ കൃത്യമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. സുറൂരിസം നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു, വീണ്ടും ചിറക് വെച്ച് മുള പൊട്ടിയിരിക്കുന്നു എന്നർത്ഥം. അത് തിരിച്ചറിയാനും ചൂണ്ടിക്കാണിക്കാനും ആ ചിറകുകൾ വെട്ടിയറിയാനും ന്യൂനപക്ഷം വരുന്ന സലഫികളല്ലാതെ മറ്റാരുമില്ല. ഐസിസ്, ഹമാസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സ്വഭാവമുള്ളവരെയൊക്കെ നിഗൂഢമായി സ്നേഹിക്കുന്ന ചില സലഫികളുണ്ട്. അവർ സലഫികളല്ല, സലഫി കുപ്പായമിട്ട ഇഖ്വാനികളാണ് എന്ന് മനസ്സിലാക്കണം എന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എവിടെ നമ്മുടെ രാജ്യത്തോ പുറത്തോ പരിസരത്തോ തീവ്രവാദത്തിന്റെ ചലനമുള്ള സ്വഭാവങ്ങൾ വരുമ്പോൾ അവരോടൊരു നിഗൂഢമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ സലഫിയത്തിന് കുഴപ്പമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഫാഷിസ്റ്റുകൾക്ക് ഓശാന പാടലല്ല. ഇത് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധരായ ആളുകളെ അവരെ തലോടലുമല്ല. ലോകത്തുള്ള മുഴുവൻ സയനിസ്റ്റുകളും, മുഴുവൻ യഹൂദികളും, മുഴുവൻ ഇസ്ലാമിക വിരുദ്ധ ശക്തികളും ഭയപ്പെടുന്നത് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിനെ അല്ല, സലഫികളെയാണ്. കാരണം സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ മരിക്കാൻ ഭയമില്ലാത്തവരാണ്, നരകമോചനവും സ്വർഗപ്രവേശനവും ലക്ഷ്യമിടുന്നവരാണ്. തൗഹീദാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ശരിയായ ചിന്തയാണ് ഈ ഉമ്മത്തിന്റെ സിരകളിലേക്ക് അവർ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് സലഫികളെ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ദോഷമുള്ളൂ എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് ലോകത്തുടനീളം സലഫികൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. അത് ക്ലച്ച് പിടിക്കാതിരിക്കുമ്പോഴാണ് തീവ്രവാദികളെ സലഫി കുപ്പായമിട്ട് അവതരിപ്പിക്കുന്നത്. അവരുടെ ലക്ഷണം എന്താണെന്നറിയാമോ? അവർക്ക് വ്യക്തിത്വം ഉണ്ടാവുകയില്ല. അവർ ഇസ്ലാമിന്റെ ശത്രുക്കളെയും ശിർക്കിന്റെ ആളുകളെയും വെള്ളപൂശും, തലോടും. തൗഹീദിന്റെ വക്താക്കളെ അവർ അപമാനിക്കും, ഇൻസൾട്ട് ചെയ്യും, ഒറ്റപ്പെടുത്തും. അവർ ദഅവത്തിന് കൊള്ളില്ലെന്ന് പറയും, അവരെ നിങ്ങൾ അടുപ്പിക്കരുതെന്ന് പറയും. ഇത് ഇഖ്വാനികളുടെ വിരിച്ച വലയിൽ ഇവർ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്നു. ആ ഒരു ആസൂത്രിത കെണിയിലേക്ക് ഞങ്ങളെന്തോ കാര്യമായ സേവനം ചെയ്യുന്നു എന്ന മട്ടിലാണ് ചിലരൊക്കെ. ഈ പള്ളിക്കൊരു വിചാരമുണ്ടല്ലോ, ഉത്തരം താങ്ങുന്നത് ഞങ്ങളാണ്. പള്ളിക്ക് അങ്ങനെ തോന്നും. ഓരോ തെറ്റൂരങ്ങൾ പുറത്തിറക്കുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ പുറത്തിറക്കി കേരളക്ക് ഉഷാറായി പോയി, ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. ഉത്തരം താങ്ങുന്ന പള്ളി, അത്രേ നമുക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. നമുക്കുള്ള സങ്കടം അതല്ല. സലഫിയത്ത് മനസ്സിലാക്കാൻ സലഫിയത്തിന്റെ വാതിൽക്കൽ വന്നിട്ട് പിറകോട്ട് സഞ്ചരിക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടമാണ്. നമ്മൾ സലഫിയത്തിന്റെ വാതിൽക്കലെത്തിയവരാണ്, അകത്തേക്ക് പ്രവേശിക്കണം, യഥാർത്ഥ സലഫിയാകണം. ഭൗതിക താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ വികാരങ്ങളെ തൗഹീദിനു വേണ്ടിയും സുന്നത്തിനു വേണ്ടിയും കൊണ്ടുവരാൻ സാധിക്കണം. ഇന്ന് വികാരങ്ങൾ പലപ്പോഴും കക്ഷിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് വികാരങ്ങൾ. തൗഹീദിന്റെ പേരിലല്ല വികാരങ്ങൾ, സലഫിയത്തിന്റെ പേരിലല്ല വികാരങ്ങൾ. ഇന്ന് വൈകാരികത പലർക്കും ഉണ്ടാകുന്നത് അവനവന്റെ പാർട്ടി, അവനവന്റെ മർക്കസ്, അവനവന്റെ ഷെയ്ഖ് എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമമാണ് എന്ന് കാണുക. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞു, ലൈസ കുല്ലു മൻ ഇദ്ദഅ സലഫിയ്യത യകൂനു സലഫിയൻ. ഞങ്ങളാണ് സലഫി എന്ന് പറഞ്ഞു വരുന്ന ധാരാളം ആളുകളുണ്ട്. അവർ പലരും യഥാർത്ഥ സലഫികളല്ല. മറിച്ച് ഫഖദ് ഇദ്ദഅഹാ ഖൗമുൻ ജുഹാലുൻ
ലാ യഅരിഫൂന മൻഹജു സലഫ്, ലാ യഅരിഫൂന മൻഹജ സലഫ്, മൻഹജു സലഫ് എന്താണ് എന്നറിയാത്ത ജാഹിലുകളായ ഒരു ജനതയാണ് ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വദ്ദഅഹ ഖൗമുൻ, ഞങ്ങൾ സലഫികളാണ് എന്ന് വാദിക്കുന്നത് ഒരു ജനതയാണ്. മുഹരിബൂൻ, അവർ നാശം വിതക്കുന്ന ജനതയാണ്. യൻതഹിലൂന മൻഹജൽ ഖവാരിജ്, യഥാർത്ഥത്തിൽ അവർ ഖവാരിജുകളുടെ മൻഹജാണ്, മാർഗമാണ് എടുത്തണിഞ്ഞിരിക്കുന്നത്. ഫീ സഫ്കി ദിമാ, അവർ രക്തം ചിന്തുന്ന വിഷയത്തിലും വലിസ്സാദി ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന വിഷയത്തിലും. രക്തം ചിന്തുക എന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് കഴുത്തറുത്ത് രക്തം ചിന്തൽ മാത്രമല്ല, ഒരാൾ ഇവിടെ ജീവിക്കാൻ അനുവാദമില്ലാത്തവനാണ് എന്ന രൂപത്തിൽ ഒരാളെ പരിചയപ്പെടുത്തലും എന്തുതന്നെയാണ്, അതും രക്തം ചിന്തുന്ന ഗണത്തിൽ തന്നെയാണ് പെടുക. അപ്പൊ സലഫികളെ തകർക്കുന്നു, അവരുടെ രക്തം ചിന്താൻ ആഗ്രഹിക്കുന്നു, ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്നു. വലിസ്സാദി ഫിൽ അർദ്, അങ്ങനെ ഇഖ്വാനികളുടെ ഖവാരിജുകളുടെ മൻഹജ് എടുത്തണിഞ്ഞുകൊണ്ട് ഇഖ്വാനികളുടെ പാത സ്വീകരിച്ച് നാശം വിതക്കുന്ന ഞാനാണ് സലഫി എന്ന് പറയുന്ന സലഫികൾ ഇന്ന് ലോകത്തിന്റെ നാനാദിക്കിലും കടന്നെത്തിയിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം താക്കീത് ചെയ്യുന്നു. വദ്ദാഹ ഖൗമുൻ മുതആലിമൂന ലം യഖുദുൽ ഇൽമ അനിൽ ഉലമാ, അവർ സലഫിയാണ് എന്ന് വാദിക്കുന്നത് ഏത് ജനതയാണ് എന്നറിയാമോ? ശരിയായ ഉലമാക്കളിൽ നിന്ന് ഇൽമെടുക്കാത്തവർ. വർത്താനം പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഉലമാക്കളിൽ നിന്ന് ഇൽമെടുക്കും പറയും. എന്നാൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്റെ മനസ്സിൽ തോന്നുന്നത് ഫത്വയായി സമർപ്പിക്കുമെന്നല്ലാതെ ഒരാലിമിനെയും ഉദ്ധരിക്കാൻ കഴിയില്ല. എന്നാൽ പൂർവികരായ ഉലമാക്കളെ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് വിഷയങ്ങൾ സമർപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഇവർ ഉലമാക്കളുമായി ബന്ധമില്ലാത്തവരാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഷെയ്ഖ് ഫൗസാൻ പറയാം, യഥാർത്ഥത്തിൽ ഇവർക്ക് ഉലമാക്കളുമായി ബന്ധമില്ല. എന്നാലോ അവർ സ്വന്തം വാദം മുത്തആലിമുകളാണ്, ഞങ്ങൾ ഇൽമുള്ളവരാണ് എന്ന് നടിക്കുന്നവരാണ്. ആലിമുകളല്ല, ആലിമാണെന്ന് നടിക്കുന്ന മുത്തആലിമുകൾ ഞങ്ങൾക്ക് ഫത്വകൾ പുറപ്പെടുവിക്കാനും ഞങ്ങൾക്ക് ആളുകളെ അകത്താക്കാനും പുറത്താക്കാനും ഒക്കെ അവകാശമുണ്ട് എന്ന നിലവാരത്തിലേക്ക് എത്തുന്ന ജാഹിലുകളായ മുത്തആലിമുകളായ ഒരു ജനതയാണ് ഞങ്ങൾ സലഫികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വിഭാഗം എന്ന് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞു. വഇന്നമാ അഖദൂഹു മിനൽ കുതുബി വൽ മുതാലഅതി, അവരുടെ ആശയങ്ങൾ അവരെടുക്കുന്നത് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ്, ഏതെങ്കിലുമൊക്കെ വായനാ ശേഖരങ്ങളിൽ നിന്നാണ്. ഒരിക്കലും അവർ യഥാർത്ഥത്തിൽ സലഫിയത്തിനെയോ അതിന്റെ പ്രമാണങ്ങളെയോ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. മറിച്ച് മുജറദൻ അനിൽ ഫഹ്മി, സലഫിന്റെ ഫഹ്മിൽ നിന്ന് സ്വഹാബികളും താബിഈങ്ങളും ഓരോ വിഷയത്തെയും എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന യഥാർത്ഥ ഇൽമിൽ നിന്നും അവർ അകലെയാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? പൂർവികരായ സലഫിന്റെ മാർഗത്തിലേക്ക് പോകണം. അദ്ദേഹം അഹ്ലുസ് സുന്നയെ പരിചയപ്പെടുത്തുന്നു. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരിന വൽ അൻസാർ. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്, ഇഖ്വാനികളുടെ കെണിയിൽപ്പെട്ട സലഫി പേരുകളാണ് എന്നൊരു വിഭാഗം ലോകത്തുടനീളമുണ്ട്. അതുകൊണ്ട് ഉലമാക്കളിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇഖ്വാനികളിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ ഇണക്കത്തിലും ഐക്യത്തിലും പഠനത്തിലും കഴിച്ചു കൂട്ടുന്ന സലഫികളുടെ ആ പഠനത്തെയും ഇണക്കത്തെയും ഐക്യത്തെയും തകർക്കുന്ന പരിപാടികൾ പ്രത്യക്ഷമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ല. പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും ഉയർന്ന പണ്ഡിതന്മാർ, കിബാറിൽപ്പെട്ട ആളുകൾ നൽകിയ താക്കീത് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കണ്ണുകൾ തുറക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ ഖവാരിജുകളുടെ ഇഖ്വാനികളുടെ ഒന്നാമത്തെ ഇനം മുസ്ലിങ്ങളായിരിക്കും. അവർ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി എന്ന രീതിയിൽ ഏത് പ്രവർത്തനവുമായി കടന്നു വന്നാലും ഫിലസ്തീനിൽ മാത്രമല്ല ലോകത്തിന്റെ ഏത് ദിക്കിൽ ഇഖ്വാനികൾ അവരുടെ പോരാട്ടവുമായി കൈവച്ചിട്ടുണ്ടോ, കടന്നു വന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളായിരിക്കും. നാശം ഏറ്റുവാങ്ങുന്നവർ മുസ്ലിങ്ങളായിരിക്കും. മുസ്ലിങ്ങളിൽ കുഫ്ർ ആരോപിച്ച് അവർക്കെതിരെ തിരിഞ്ഞ ഒന്നാമത്തെ വ്യതിയാന കക്ഷി ഖവാരിജാണ് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഇത്തഖില്ലാ എന്ന് പറഞ്ഞു. പണ്ഡിതന്മാരുടെ ആലിമുകളോട് നിങ്ങൾ ഇത്തഖില്ല എന്ന് പറയുന്ന അഭിനവ മുസ്ലിങ്ങളായ ചില ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലെ ഖവാരിജുകൾ പറയുക, നബിയെ നീ നീതി പാലിച്ചിട്ടില്ല, റബ്ബിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ദുൽഖുവൈസരെ കുറിച്ച് നമുക്കറിയാം. നബി പറഞ്ഞു, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ മറ്റാര് നീതി കാണിക്കും? ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ മറ്റാര് അനുസരിക്കും? ഞാൻ ധിക്കരിച്ചാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ ഇവിടെ വേറെ ആരാണുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഫമൻ യുതിഉല്ലാഹ ഇദാ അസൈതുഹു, ഞാനെങ്ങാനും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ പിന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ ഇവിടെ ആരുണ്ട് എന്ന് ദുൽഖുവൈസറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇന്ന മിൻ ലിഹാദാ ഖൗമൻ യഖറഊനൽ ഖുർആൻ,
ഇവന്റെ മുതുകിൽ നിന്ന് ഖുർആൻ ഓതുന്ന ഒരു ജനത വരും. ലാ യുജാവിസു ഹനാജിറഹും, ആ ഓതുന്ന ഖുർആൻ ആയത്തുകൾ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് പോകില്ല. യംറുഖൂന മിനൽ ഇസ്ലാമി മുറൂഖ സഹ്മി മിനർ റമിയ, ഒരു ഉരുവിലേക്ക് എയ്ത അമ്പ് ആ ഉരുവിനെ തുളച്ചു കയറി പുറത്തേക്ക് തെറിച്ചു പോയതുപോലെ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിന്റെ തനതായ ആത്മാവിൽ നിന്നും അവൻ പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടായിരിക്കും. ഇസ്ലാമിന്റെ പേര് മാത്രമേ ഉള്ളൂ, അവൻ ഇസ്ലാമല്ല. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, അവൻ കൊല്ലുന്നതും പോരാട്ടം നടത്തുന്നതും ഇസ്ലാമിന്റെ ആളുകളെയാണ്. വയദഊന അഹ്ലൽ ഔസാൻ, ശിർക്കിന്റെയും വിഗ്രഹങ്ങളുടെയും ആളുകളെ അവർ വെറുതെ വിടും. എന്നിട്ട് ഇസ്ലാമിന്റെ ആളുകളെ അവർ ആക്രമിക്കും. ലൈൻ അദ്റക്തുഹും ലാ അഖ്തുലന്നഹും ഖതലാദ്, ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടിയാൽ ഞാൻ ആദിന്റെ ജനതയെ കൊന്നതുപോലെ അവരെ കൊന്നുകളയും. ഈ തീവ്രവാദികൾ അറിയിക്കുന്ന ഐസിസ് ആണെങ്കിലും ലഷ്കർ-ഇ ത്വയ്ബ ആണെങ്കിലും ഇഖ്വാൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും അവരെ പിന്തുണക്കുന്നവരാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നത് ഖതലാദ്, ആദിനെ നശിപ്പിച്ചതുപോലെ നശിപ്പിക്കപ്പെടേണ്ട വിഭാഗമാണ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞു വരുന്ന ഈ തീവ്ര വിഭാഗം. ചെറുപ്പക്കാർക്ക് ഇവരെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. ഇവരർഹിക്കുന്ന പെരുമാറ്റം അതാണ്. ഇവരറിയിക്കുന്നത് മൻ ഖാതലഹും കാന ഔലാ ബില്ലാഹി മിൻഹും എന്നാണ്. തീവ്രവാദികളോട് എല്ലാ നിലക്കും പോരാട്ടം നടത്തുന്നവർ അവർ നമ്മളെ എന്ത് ചെയ്യുമെന്ന് ഭയപ്പെടാതെ തീവ്രവാദികളെ ചൂണ്ടിക്കാട്ടുന്നു, അവർക്കെതിരെ തിരിയുന്നു, അവർക്കെതിരെ പോരാട്ടം നടത്തുന്നു. ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ ഔലാ ബില്ലാഹി മിൻഹും, അബൂദാവൂദിലെ സുനനിൽ കാണാം, അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ, ഏറ്റവും അർഹതയുള്ളവർ അവരാണ്. അതുകൊണ്ട് ഐസിസിനെതിരെ ലഷ്കർ-ഇ ത്വയ്ബക്കെതിരെ അതിന്റെ അനുബന്ധങ്ങളായി കടന്നു വരുന്ന എല്ലാ തീവ്രവാദ സംഘങ്ങൾക്കെതിരെയും സലഫികളുടെ നിലപാട് അവരെ നിഗൂഢമായി സ്നേഹിക്കുക എന്നുള്ളതല്ല. സലഫികളുടെ നിലപാട് അവർ യഥാർത്ഥ തീവ്രവാദികളാണ് എന്ന് പറയുക, അവർ തീവ്രവാദികളാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ട് അത് യഹൂദികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമല്ല. കാരണം അത് യഹൂദികളെ തളർത്തുകയുള്ളൂ. കാരണം ഈ തീവ്രവാദികളെ കൊണ്ടുവരുന്നത് യഹൂദികളാണ്. അതുകൊണ്ട് തീവ്രവാദികൾ ഇസ്ലാമിന്റെ പേര് പറയുന്ന ഐസിസ് അടക്കമുള്ള ഇസ്ലാമിക് ബ്രദർഹുഡ് അടക്കമുള്ള ഹമാസ് അടക്കമുള്ള അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് പണ്ഡിതന്മാർ, സലഫികൾ ഉയർന്ന പടുക്കളായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചാൽ ആദ്യം ക്ഷണിക്കുന്നത് യഹൂദികളാണ്. അത് യഹൂദികളെ തകർക്കുന്ന പരിപാടിയാണ്, അല്ലാതെ യഹൂദികൾക്ക് വളമിടുന്ന പരിപാടിയല്ല ഹമാസിനെയും ഐസിസിനെയും എതിർക്കുന്നത്. കാരണം ഇവർ നടത്തുന്ന കൊലപാതകങ്ങളൊക്കെ പരിശോധിച്ചാൽ, ഇവർ ശത്രുപക്ഷത്ത് കാണുന്ന ആളുകളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നയും മുസ്ലിങ്ങളുമാണ്. ശിയകൾക്ക് അനുകൂലമായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് കാണാൻ സാധിക്കും. ഇവരുടെ കയ്യിൽ പുരളുന്നത് മുഴുവൻ ഹറാമിന്റെ രക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ ചിന്തകൾ ഇസ്ലാമിനെതിരാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാം എപ്പോഴും വസത്തിയത്താണ്. അത് തത്തറുഫ്, അറ്റത്ത് പോയിട്ട് തീവ്രവാദം കാണിക്കലല്ല. ഇസ്ലാമിന് ഈ തീവ്രവാദികളുടെ യാതൊരു വ്യതിയാന ചിന്തകളും അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുനാർ കുന്നിന്റെ താഴ്വരയിൽ കടന്നു വന്ന തീവ്രവാദി സമൂഹം തന്നെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞത്, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതും. ഖവാരിജിന്റെ ശർറിൽ നിന്നും സ്വഹാബികൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അവരുടെ പ്രചാരവേലകൾ വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. സ്വഹാബികൾ പോലും വിഷമിച്ചിട്ടുണ്ട് അവരുടെ ആശയപ്രചാരണങ്ങളിൽ. അവരുടെ പ്രവർത്തനങ്ങളിൽ താബികൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. സ്വഹാബികളും താബികളും ഒക്കെ ഈ ഖവാരിജി ലൈനിൽ വന്ന തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളിൽ വേദനിച്ചവരാണ്. പലരും ജീവൻ കൊടുത്തവരാണ്. പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നവരാണ്. ഖിയാമത്ത് നാൾ വരെ ഈ ഏർപ്പാട് തുടരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ആശയത്തെയാണ് ആദ്യം അവർ തെറ്റിക്കുക. സലഫിയത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളെയാണ് അവർ ആദ്യം പരിചയപ്പെടുത്തുക. സലഫിയത്തിൽ നിൽക്കുന്ന ആളുകളെ അതിൽ നിന്ന് പതറിക്കുന്ന ചിതറിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരും. യഥാർത്ഥത്തിൽ ഇവിടെ ഈ തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾ നോക്കൂ, ഇഖ്വാനികളാവട്ടെ ഐസിസ് ആവട്ടെ, അവർക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ചില ഹാവഭാവങ്ങളും വേഷഭൂഷകളും താടിയും തലപ്പാവും ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥ ആലിമുകൾ അവരുടെ കൂടെയില്ല. ഉണ്ടോ? തീവ്രവാദികളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ആലിമുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ പറയുന്ന ആലിമുകൾ നമുക്ക് പരിചയമില്ല. അവരുടെ ആശയങ്ങൾ നമ്മൾ ചെറുപ്പക്കാർ പഠിക്കുന്നവിടുന്ന സോഷ്യൽ മീഡിയ എന്നാണ്. ഓൺലൈൻ മുസ്ലിം ഇവിടുത്തെ പണ്ഡിതന്മാരെ മുഴുവൻ അവർ അവഹേളിക്കാനും പുച്ഛിക്കാനും സലഫികളെ മുഴുവൻ തള്ളിക്കളയാനും ഈ പുതിയ ചില ചെറുപ്പക്കാർക്ക് പ്രേരണ കിട്ടുന്നത് മുഴുവൻ ഓൺലൈനിലെ അഭിനവ മുസ്ലിമാരിൽ നിന്നാണ് എന്ന് കാണാൻ സാധിക്കും. അവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല. പണ്ഡിതന്മാരായി അഭിനയിച്ചുകൊണ്ട് ഇഖ്വാനികൾക്ക് വേണ്ടി ഓൺലൈനിലൂടെ ഖുർആനിനെയും സുന്നത്തിനെയും തഫ്സീറുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത് ഷിയകൾക്കും യഹൂദികൾക്കും വേണ്ടി പിണിയാളുകളായി നിൽക്കുന്ന വിടുവേല ചെയ്യുന്ന കുറെ എണ്ണമുണ്ട്. അവരാണ് എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിറകിലുമുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്തെ അറിയപ്പെട്ട സ്ഥിരപ്പെട്ട ആലിമുകൾ യാതൊരു ആലിമുമായും ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബന്ധമില്ല. ഈ ആലിമുകളെ അവർ വിധേയകളായിട്ടും കാഫറുകളായിട്ടും അവർ മുദ്രകുത്തുകയാണ്.
മനസ്സിലായില്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നേതാവായി നിൽക്കുന്ന അമീറിന് പോലും ഒരു ഫത്വ പറയാനുള്ള യോഗ്യതയില്ല. കടുത്ത ജാഹിലായ അമീറുമാരാണ് ഇവർക്കുണ്ടായിരിക്കുക എന്ന് കാണാൻ സാധിക്കും. തൗഹീദിന്റെ ആളുകളെ കൊന്നുകളയുന്ന, വിഗ്രഹത്തിന്റെ ആളുകളെ വെറുതെ വിടുന്ന ഈ ഒരു സ്വഭാവത്തിന്റെ അനന്തരഫലമായിട്ടാണ് സയ്യിദ് ഖുത്ബിന്റെ ചിന്തകൾ, അബുൽ അഅ്ല മൗദൂദിന്റെ ചിന്തകൾ, പ്രത്യേകിച്ച് ഹാക്കിമിയത്ത് മസ്അലയിൽ വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറായിദ് നുബുവത്തിൽ വീഴ്ച വരുത്തി. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ അദ്ദേഹം ആനുകാലികമായ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടികൾ നൽകുന്നത് കൊടുക്കാറുണ്ട്. പിന്നീട് അത് പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കപ്പെടാറുമുണ്ട്. ആ വെബ്സൈറ്റിൽ നമുക്ക് കാണാം അബുൽ അഅ്ല മൗദൂദിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ന്യൂനതകളെ കുറിച്ച് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഒരുപാട് ഫത്വകൾ കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറായിദ് നുബുവത്തിൽ വീഴ്ച വരുത്തി എന്ന് മൗദൂദി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉറുദുവിൽ മാത്രമല്ല മലയാളത്തിലുണ്ട്. തജ്ദീദ്-ഏ-ഹിയാഉദ്ദീൻ എന്ന് പറയുന്ന പുസ്തകം അല്ല, ഖുർആൻ കി ചാർ ബുനിയാദെ ഇസ്തിലാഹൻ, ഖുർആന്റെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവസാനത്തെ അധ്യായത്തിൽ അദ്ദേഹം അബുൽ അഅ്ല മൗദൂദി എന്ന തീവ്രവാദി എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതൊന്ന് മയപ്പെടുത്തി ട്രാൻസ്ലേറ്റ് ചെയ്താലും മലയാളത്തിലുണ്ട്. ഖുർആനിന്റെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇവിടെ മൗദൂദിസ്റ്റുകൾ പറഞ്ഞു നടക്കാറുണ്ട്. അതിന്റെ ഹദീസുകൾ തഖ്രീജ് ചെയ്തത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയാണ്. അതിപ്പോ എല്ലാ ഹദീസിനും നാസറുദ്ദീൻ അൽബാനിക്ക് തഖ്രീജ് ഉണ്ടാവും. നാസറുദ്ദീൻ അൽബാനിയുടെ തഖ്രീജ് അവരെടുത്തു കൊടുത്തിട്ടുണ്ട്. ഹദീസ് കറക്റ്റാണ്, പക്ഷെ അവർ കൊണ്ടുവച്ചതൊക്കെ എവിടെയാണ്? തെറ്റായ സ്ഥലങ്ങളിലാണ്. അങ്ങനെ നാസറുദ്ദീൻ അൽബാനിയുടെ ആശയമാണ് എന്നുപോലും പ്രചരിപ്പിക്കാൻ അവർ ധൈര്യപ്പെടും. പക്ഷേ ഇഖ്വാനികളെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയെ പോലെ വ്യക്തമായി തുറന്നു കാണിച്ച ആധുനിക പണ്ഡിതന്മാർ കുറവാണ്. ഇഖ്വാനികളുടെ ഒരു ചലനത്തെ പോലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൗഹീദ് അവലൻ, ആദ്യം വേണ്ടത് തൗഹീദാണ് എന്ന് റിസാല എഴുതാൻ ഈ ഷെയ്ഖ് അൽബാനിയെ പ്രേരിപ്പിച്ചത് ഈ ഇഖ്വാനികളിലേക്ക് ചെറുപ്പക്കാർ സ്വാധീനിക്കപ്പെടുന്നതാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറയുന്നത് ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹൻ എന്ന പുസ്തകത്തിന്റെ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ ഏതെങ്കിലും ഒരു ലൈബ്രറി പോയി എടുത്തു നോക്കും. അതിന്റെ അവസാനത്തെ പേജ് എടുത്ത് നിങ്ങൾ വായിക്കണം. അവസാനത്തെ പേജ് വായിക്കണം. മലയാളത്തിലുമുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. റബ്ബിന്റെ സ്തുതിയെ പ്രകീർത്തിക്കണം. റബ്ബ് അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവരും പാപങ്ങൾ പൊറുക്കുന്നവരുമാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആ ഖുർആന്റെ അവസാനത്തെ സൂറത്ത്, അവസാനം ഇറങ്ങിയ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹ്. ആ സൂറത്തിൽ നബിയോട് പറയുന്നുണ്ടല്ലോ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. റബ്ബിനെ വാഴ്ത്തണം, റബ്ബിന്റെ സ്തുതിയെ പ്രകീർത്തിക്കണം, അതേപോലെ തന്നെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. എന്തിനാണ് മുഹമ്മദ് നബിയോട് പാപമോചനം തേടാൻ പറഞ്ഞത്? ഫറായിദ് നുബുവത്തിൽ നുഖ്സാൻ വന്നതുകൊണ്ടാണ് എന്ന് മൗദൂദി എഴുതി വെച്ചു. നഊദു ബില്ലാഹ്. നുബുവത്തിന്റെ ഫർള്, അതിന്റെ വിശദീകരണം എന്താ? ഞങ്ങൾക്ക് ഭരണം സ്ഥാപിക്കാൻ ലേറ്റായി പോയി. മുഹമ്മദിനെ മദീനത്ത് വന്നിട്ടാണല്ലോ ഭരണം ഉണ്ടാക്കിയത്. മക്കത്ത് തന്നെ ഭരണം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ കൂട്ടിയില്ല, അവിടെ അതിനുവേണ്ടി സംവിധാനം ഉണ്ടാക്കിയില്ല. മുഹമ്മദ് നബിയുടെ എന്താണ് ഷിയാക്കൾ ഉന്നയിക്കുന്ന ആരോപണം, ഷിയാക്കൾ ഇമാമത്ത് മുഹമ്മദ് നബി മറച്ചു വെച്ചു എന്ന് പറയുന്ന പോലെ യഥാർത്ഥ ഹാക്കിമിയത്ത് മുഹമ്മദ് നബി തന്നെ മറച്ചു വെച്ചു എന്ന കുഫറിന്റെ ആശയം എഴുതി വെച്ചവനാണ് അബുൽ അഅ്ല മൗദൂദി. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിൽക്കുന്നവരാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർ. അവരിപ്പോ ദീന് നോക്കാത്തോണ്ടൊന്നും നമ്മൾ പറഞ്ഞാൽ അവർക്ക് തലേ കയറൂല. അവർ ദീനൊന്നും പഠിക്കുന്നില്ല. ഇപ്പൊ എന്താണ്? ഇപ്പൊ പ്രവർത്തനം മുഴുവൻ രാഷ്ട്രീയമാണ്. നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾ, പൊതു അജണ്ടകൾ, ഇഷ്യൂ ബേസ്ഡ് പ്രവർത്തനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ട് ദീനിന് ഇഷ്യൂ ഒന്നും വേണ്ടല്ലോ. ദീന് പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഇതിനെ ഇഷ്യൂ നോക്കുന്നത്. ഇവിടെ ഇന്നത്തെ വാർത്ത എന്താ നോക്കിയിട്ട് വേണോ നമുക്ക് എന്തെങ്കിലും ഒരു ആശയം ജനങ്ങളെ പഠിപ്പിക്കാൻ? എന്നാൽ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മെമ്പറുകൾ നിങ്ങൾ നോക്കൂ. ഇന്നലത്തെ പത്രം ഏറ്റവും കൂടുതൽ കൈകാര്യം, TV ഏറ്റവും കൂടുതൽ പ്രൈം ടൈമിൽ ചർച്ച ചെയ്ത വിഷയം എന്താ? അതാണ് മെമ്പറിലെ വിഷയം. ഇത് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് മാറി കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങളുടെ മെമ്പറുകളിലേക്ക് എത്തി. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിരുന്ന മെമ്പറുകളൊക്കെ ഇന്ന് പത്രവായന നടത്താണ്. ഇപ്പൊ അത് മാറിയിട്ട് അവരെ തിരുത്താൻ വന്ന സലഫികൾ എന്ന് പറയുന്ന ഒരു ജനം തുടങ്ങി. എന്താണോ ഇഷ്യൂ, നാട്ടിലെ ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂവിനനുസരിച്ച് ദീന് പറയുന്ന ഒരവസ്ഥ. ഓരോ ഇഷ്യൂവിലും നമ്മുടെ കാഴ്ചപ്പാട് അത് വ്യക്തമായി തുറന്നു കാണിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടേണ്ട, കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആശയവുമോ പ്രബോധനമോ അല്ല സലഫികളുടേത്. സലഫികളുടേത് വ്യക്തമായ ഒരു അടിത്തറയിൽ തുടങ്ങണം. അത് തൗഹീദിൽ തുടങ്ങും. അത് കൃത്യമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിശദാംശങ്ങൾ ആദ്യം പഠിക്കേണ്ട വിഷയങ്ങൾ ആദ്യം പഠിക്കും. അത് പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വന്നാൽ അവർ വിനയമുള്ളവരും നല്ല അറിവുള്ളവരും ശരിയായ ദായിമാരുമായി മാറും. അതുകൊണ്ട് ഈ തീവ്രവാദികളുടെ കെണികളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കാര്യം ഞാൻ എളുപ്പത്തിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു ഫിത്തന. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിലേക്ക് നമുക്ക് പറയുകയും ചെയ്യാം. മറ്റൊന്ന് ലഹരിയാണ്. ഇന്ന് നമ്മുടെ യൗവനം പിടികൂടപ്പെട്ടിരിക്കുന്ന മറ്റൊരു മേഖല എന്താണ്? അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു നിഅമത്താണ് ബുദ്ധി.
ഈ അവനവന്റെ ഈ സുബോധവും ബുദ്ധിയും പണയം വെച്ചുകൊണ്ട് യാതൊരു നാണവും മാനവുമില്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. നമുക്ക് സങ്കടം തോന്നും. നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരു മണിക്കൂർ നമ്മളിങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒരു റോട്ടിലൂടെ യാത്ര ചെയ്താൽ എത്ര കള്ളുഷാപ്പുകളാണ്. ഇന്നിപ്പോ കള്ളുഷാപ്പൊന്നും ഉള്ളിലല്ല. പണ്ടൊക്കെ കള്ളുഷാപ്പിലേക്ക് പോകണമെങ്കിൽ മനുഷ്യന്മാരില്ലാത്തടത്തേക്ക് പോകണം. കള്ളുഷാപ്പിനടുത്ത് ബുദ്ധിയിൽ ഒരു താമസിക്കൂല. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവർ. കള്ളുഷാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെയും അധാർമികതയുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു പണ്ട്. ഇന്നങ്ങനല്ല. ഇന്ന് കള്ളുകൂടിയന്മാരല്ലാത്തവർ കുറവല്ലേ നമ്മുടെ നാട്ടിൽ? മുസ്ലിങ്ങളും ഇഷ്ടം പോലെ. ഏറ്റവും കൂടുതൽ കള്ളു വെക്കുന്നത് മുസ്ലിങ്ങൾക്ക് ജനസാന്ദ്രത കൂടുതലുള്ള പൊന്നാനിയും തിരൂരുമൊക്കെയാണ്. ഇഷ്ടം പോലെ. അവിടെ ഏത് നാട്ടിലൂടെ നിങ്ങൾ വന്നാലും പരിസരത്ത് സർക്കാർ ഔദ്യോഗികമായി വിൽക്കുന്ന കള്ളുഷാപ്പുകളെങ്കിലും പരസ്യമാണല്ലോ, പരസ്യമായിട്ട്. എന്നിട്ട് ഇങ്ങനെ വരിക്ക് നിൽക്കും. നിങ്ങൾ നോക്കൂ, ഹെൽമെറ്റ് ഇട്ട് നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ക്യൂ നിൽക്കുന്ന ആൾക്കാർ കുറേ എണ്ണം ഹെൽമെറ്റ്, കുറച്ചൊരു മര്യാദക്കുള്ള വീട്ടിലുള്ളവരൊക്കെ എതിർക്കും, ആരും കണ്ടാൽ മോശമാണെന്ന് വിചാരിക്കുന്നവർ ഹെൽമെറ്റ് ഇട്ട് ഇങ്ങനെ ക്യൂ ഇല്ല, കാണുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട്. ഇത് നിസ്സാരമായിട്ട് അവിടെ ചെറുപ്പക്കാരുടെ ക്യൂവിന്റെ വലിപ്പം കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ധാർമ്മികത തകർന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണ്ടേ? സത്യത്തിൽ കള്ളുഷാപ്പിലെ ക്യൂവിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്നത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ, അവരുടെ കയ്യിലേക്ക് വരുന്ന ലഹരി മിഠായികൾ, സ്റ്റാമ്പ്, പൊടി, ഇല, പുക, കുത്തിവയ്പ്പുകൾ, എന്തെല്ലാം പരിപാടികൾ. ഇതേതെങ്കിലും ഒരു സിനിമാ മേഖലയിലേക്ക് മാത്രം ഒതുക്കേണ്ടതാണെന്ന് ആരും ചിന്തിക്കുകയില്ലല്ലോ. അവർക്ക് കുറച്ചധികം പൈസ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് കൂടുതൽ ആസ്വദിക്കുന്നു എന്ന് മാത്രം. പരസ്പരം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ലഹരിയുടെ കെണിയിലേക്ക് എത്തി. നമ്മുടെ ബുദ്ധിയെ തകർത്തു. മനുഷ്യൻ മൃഗമായി മാറുകയാണ്. അവന്റെ തന്നെ ശത്രുവായി, അവന്റെ സ്വന്തം മാതാപിതാക്കളുടെ ശത്രുവായി, ഭാര്യയുടെയും മക്കളുടെയും ശത്രുവായി, ഈ സമൂഹത്തിന്റെ ശത്രുവായി. അങ്ങനെ ജീവിക്കുന്നതിൽ അഭിമാനം കൊണ്ട് എന്നാലും ഞാൻ ലഹരി വിടുകയില്ല. അതിന്റെ പ്രത്യേക ലഹരി എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാന്നുള്ള ഒരു തെറ്റു മാത്രമല്ല ചെയ്യുന്നത്. വേടനായാലും കൊള്ളാം, കാടനായാലും കൊള്ളാം, ഡോക്ടറായാലും കൊള്ളാം, പോലീസായാലും കൊള്ളാം, മന്ത്രിയായാലും കൊള്ളാം, രാജാവായാലും കൊള്ളാം. കള്ളുകുടിയനാണ്. അവൻ അധമനാണ്. അവൻ തിന്മകളുടെ ഒരു മാതാവിനെ സേവിച്ചിട്ടുള്ളവനാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഇത് നമ്മൾ വളർത്തിയെടുത്തേ പറ്റൂ. ഇന്ന് കള്ളു കുടിക്കുന്നത് കുറച്ചൊക്കെ അഭിമാനമാണ്. എന്തോ ചില പ്രത്യേക ഗ്രേഡിൽപ്പെട്ട ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിന്റെ താഴെയൊക്കെ ഉപയോഗിക്കാം, ഇത്ര ഗ്രാം വരെ ഉപയോഗിക്കാം, അതിന്റെ മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ചില ക്രൈറ്റീരിയകൾ നിശ്ചയിച്ചിരിക്കുക. ലഹരി എന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത്, കുറച്ച് കഴിച്ചാലും അത് ലഹരി തന്നെയാണ്. ഈ ലഹരി ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ. കണ്ടോ നിങ്ങൾ? പ്രതിഷ്ഠകളെ പറയുന്നതിന് മുമ്പ് കള്ളാണ് പറഞ്ഞത്. മദ്യം, ചൂതാട്ടം, അതായത് ലോട്ടറി, ഷോടതി. ഇന്ന് ലോട്ടറിയുടെയും ഷോടതിയുടെയും അടിമകളാണ് നമ്മുടെ ചെറുപ്പക്കാർ. ഒരുപാട് ഓൺലൈൻ ലോട്ടറികൾ കോടികളാണ് നഷ്ടപ്പെടുത്തുന്നത്. സ്വന്തം പിതാവിന്റെയും കുടുംബക്കാരുടെയും എവിടുന്നൊക്കെ പണം കടവാങ്ങുകളൊക്കെ വാങ്ങിച്ച് ബിസിനസ്സിലേക്കാണെന്ന് പറഞ്ഞു വാങ്ങും, ലോട്ടറിയിൽ കൊണ്ടുപോയി മുടക്കും, അതിന്റെ കമ്പനിക്കാരത് കൊണ്ടുപോകും. വലിയ വലിയ സ്വാധീനമുള്ള താരങ്ങളൊക്കെ അതിന് പരസ്യം ചെയ്യും. അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ, പ്രശ്നക്കോലുകൾ, റിജ്സുമിൻ അമലി ശൈത്താൻ, ശൈത്താന്റെ പ്രവർത്തനത്തിലെ മ്ലേച്ഛതയാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് വർജിക്കണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ വിജയിക്കൂ. അപ്പം മദ്യം ഒഴിവാക്കണം, ചൂതാട്ടം, ലോട്ടറി, ഷോടതി, റമ്മി ഒഴിവാക്കണം. അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ ഒഴിവാക്കണം, പ്രശ്നക്കോലുകൾ ഒഴിവാക്കണം, ശിർക്കിന്റെ എല്ലാ വഴികളും ഒഴിവാക്കണം, എങ്കിലേ വിജയമുള്ളൂ. ഇതിന്റെ പിന്നാലെ പോയാലോ, മദ്യത്തിന്റെ പിന്നാലെ പോയാൽ, ലോട്ടറിയുടെ പിന്നാലെ പോയാൽ, പ്രതിഷ്ഠകളുടെ പിന്നാലെ പോയാൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാകും. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ. കള്ളിലും ചൂതാട്ടത്തിലും ശത്രുതയും പകയും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വീഴ്ത്തുവാനാണ് ശൈത്വാൻ ഉദ്ദേശിക്കുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, ഇബാദത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ, വാനിസ്സലാ നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ മുടക്കം സൃഷ്ടിക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ? സ്വഹാബികളൊക്കെ ഇൻതഹൈന എന്ന് പറഞ്ഞ് വലിയ വലിയ കള്ളുഷാപ്പുകൾ വരെ അന്ന് കള്ളിന്റെ വീപ്പകൾ മുഴുവൻ പൊട്ടി ഒഴുക്കി മദീനയിലുള്ള ചാലിട്ടൊഴുകിയെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ള സമരം സലഫികളുടെ പ്രത്യേകതയാണ്. ലഹരിയേക്കാൾ വലുതാണല്ലോ ഷിർക്ക് എന്ന് പറഞ്ഞ് ലഹരിയെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ഷിർക്കിനെ ശക്തമായി എതിർക്കും. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ ഒരു അനുഭാവവും ആനുകൂല്യവും ലഹരി വിളമ്പുന്ന സദസ്സിൽ പോലും പങ്കെടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് മുസ്ലിം വീടുകളിലെ കല്യാണത്തിൽ പോലും തലേന്ന് ലഹരി ഉണ്ടാകും. ചോദിക്കാരെന്തവരായി? ഞങ്ങളല്ല, മകന്റെ കൂട്ടുകാരൊപ്പിക്കുന്ന പണി, നമുക്ക് അവരെ തടയാൻ പറ്റില്ല. ഒരു ദിവസമല്ലേ, അവരെന്തോ ചെയ്യുന്നു. സ്വന്തം വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ സലഫിയായിട്ടുള്ള ഒരു വാപ്പാക്ക് അവിടെ കള്ളു വിളമ്പാൻ പാടില്ല എന്ന് പറയാനുള്ള സ്വാധീനം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? ലക്ഷ്യബോധം നമുക്ക് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് വീടുകളിൽ തുടങ്ങും. പിന്നെ ഉത്സവങ്ങളിലാണ്. ശിർക്കൻ ഉത്സവങ്ങളിലേക്ക് മുസ്ലിങ്ങൾ കൂടി പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? ശിർക്കൻ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്മയുടെ കേന്ദ്രമാണ്. വെറും ഒരു പടക്കം മാത്രമല്ല അവിടെ പൊട്ടുന്നത്. വ്യഭിചാരവും ചൂതാട്ടവും മദ്യപാനവും ഇതെല്ലാം എല്ലാ ശിർക്കൻ ഉത്സവങ്ങളുടെ പിന്നിലുമുണ്ട്. ജാറപ്പൂരങ്ങളിലുമുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഉത്സവങ്ങൾ, മറ്റുള്ള ശിർക്കൻ ഉത്സവങ്ങളിലും എന്തുണ്ട്? അതിനോടനുബന്ധിച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ, ഹറാമുകൾ നടക്കും, വ്യഭിചാരം നടക്കും.
വെറും മരണക്കിണറും സർക്കസും മാത്രമല്ല നടക്കുന്നത്. അത്തരം പരിപാടി അവിടെ നിന്നാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? കള്ളുടിക്കാൻ പഠിക്കുന്നത്. സ്കൂളുകളിലെ സെന്റ് ഓഫുകൾ ഇന്ന് ലഹരി പഠിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. ഇന്ന് സെന്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഔപചാരികമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സെന്റ് ഓഫുകളല്ല ഇന്ന് നടക്കുന്നത്. ഇന്ന് നടക്കുന്ന എന്താണ്? ലഹരിയുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ വലിയ ട്രീറ്റ് നടത്താൻ വേണ്ടി ഇതുപോലത്തെ ഹാളുകളൊക്കെ വാടകയ്ക്കെടുത്ത്, ചിലപ്പോൾ 5 നക്ഷത്ര ഹോട്ടലുകൾ പോലും വാടകയ്ക്കെടുത്തിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ സെന്റ് ഓഫ് നടത്തുന്നു. അതിന്റെ പേരിൽ കള്ളും അതേപോലെ തന്നെ ഡാൻസും പാട്ടും പെണ്ണും ഒക്കെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ സ്വഭാവത്തിൽ ഈ അദാവത്തും ബഗ്ളാവും വളരുന്നു. അങ്ങനെ ഒരു ഉത്സവത്തിന് പ്രഖ്യാപിക്കും, അടുത്ത ഉത്സവത്തിന് ഞങ്ങൾ ഇതിന് പകരം വിട്ടും, അടുത്ത ഉത്സവത്തിന് ആ പകരം വിട്ട് നമ്മൾ കാണും. ഇങ്ങനെ സ്കൂളുകൾ തമ്മിൽ ഈ സെന്റ് ഓഫുകൾ നടത്തുന്ന ഈ പേക്കൂത്തുകൾ നമ്മുടെ നല്ല നല്ല കുട്ടികളെ കൊന്നുകളയാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് സലഫികൾ നടത്തുന്ന, സലഫികളുടെ മാനേജ്മെന്റിലുള്ള സ്കൂളിലാണ് ഈ സെന്റ് ഓഫിന് ഒരു കുട്ടിയെ കൊന്നറിയാമെന്ന്. സലഫികൾ ഞാൻ പറയുന്നത് സലഫി പേരുള്ള ആൾക്കാർ. എന്ത് സലഫിയത്ത്? നാടിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന സലഫികളാണ് നമ്മുടെ നാട്ടിൽ സലഫികൾ എന്ന് പറയുന്നവരുള്ളത്. അതിനെ അവസാനിപ്പിക്കാം, ചെറുതായിട്ട് കാണാൻ പാടില്ല. ഈ ലഹരി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു സെന്റ് ഓഫ് നടത്തുമ്പോൾ ആ സെന്റ് ഓഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെല്ലുവിളികൾ നടത്താനും കൊന്നുകളയുമെന്ന് വെല്ലുവിളി വളരെ ആസൂത്രിതമായി എങ്ങനെ കൊല്ലണമെന്ന് അവർ തീരുമാനിക്കുന്നു. കൊട്ടേഷൻ ടീമുകളും മാഫിയ സംഘങ്ങളും അവരെ സഹായിക്കുന്നു. എന്നിട്ട് അവർ ആ കൊലപാതകം നടപ്പാക്കുന്നു. അത് നടപ്പാക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആസ്വദിക്കുന്നു. ഇവരാണ് ഈ തലമുറയെ നാളെ നയിക്കാൻ പോകുന്നത്. ഇവർ നാളെ നമ്മുടെ രാഷ്ട്ര നായകന്മാരായിരിക്കും. ഈ കൊലപാതകികൾ ഇവരാണ് ഇവിടെ മന്ത്രിമാരാകാൻ പോകുന്നത്, ഇവരാണ് നമ്മെ ഭരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള വളരെ ഗുരുതരമായ ഒരു അവസ്ഥ ഇവിടെ നമ്മുടെ അഖീദ മാത്രമല്ല ഈ ലഹരി തകർക്കുന്നത്, നമ്മുടെ സംസ്കാരത്തെയും തകർത്ത് കളയുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. ബുദ്ധി ഇല്ലാതാക്കുന്നു ലഹരി. അത് പൊടിയാണെങ്കിലും ശരി, കള്ളാണെങ്കിലും ശരി, മറ്റെന്താണെങ്കിലും ശരി, ഹറാമുകളിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. മനുഷ്യനെ മൃഗമോ ശൈത്താനോ ആക്കി മാറ്റുന്നു. തനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നോട് ഉത്തരവാദിത്തമുണ്ട്, എന്റെ കുടുംബത്തോട് ഉത്തരവാദിത്തമുണ്ട്, മക്കളോട് ഉത്തരവാദിത്തമുണ്ട്. ഒരു ലഹരിക്കാരന് ഇതറിഞ്ഞുകൂടാ. എല്ലാവരും ശപിക്കപ്പെടും. കള്ളുകുടിയനെയും ലഹരിക്കാരനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ന്യായീകരിക്കുന്നവരുണ്ട്. ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ചില രാഷ്ട്രീയത്തിന് വേണ്ടി ന്യായീകരിക്കുന്നവരുണ്ട്. മനസ്സിലായില്ല? ഒരുത്തന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുകയും ഒരുപാട് അണികളും അംഗീകരിക്കുന്നവരും അവന്റെ കൂടെയുണ്ട് എന്ന് കണ്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആരും അംഗീകരിക്കാനെങ്കിൽ തള്ളിപ്പറയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം. അല്ലാതെ അവൻ ചെയ്ത ചെയ്തികളെ ന്യായമായി കണ്ടുകൊണ്ടായിരിക്കില്ല. എല്ലാവരും ശപിക്കപ്പെടുന്നവർ മലഊനുമാരായിരിക്കും സകല കള്ളുകൂടിയന്മാരും. നിസ്കാരവും ദീനും ദിക്റും നോമ്പുമൊക്കെ ഈ ലഹരി നഷ്ടപ്പെടുത്തുന്നുണ്ട്. ശരിയായ പഠനങ്ങൾ അവന് നടത്താൻ, ശരിക്കും പഠിക്കാൻ അവന് കഴിയില്ല. ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കാൻ ലഹരിയുടെ കെണിയിൽ പെട്ടുപോയ ആളുകൾക്ക് സാധ്യമല്ല. സ്വന്തം തൊഴിൽ, കുടുംബത്തെ പുലർത്താനുള്ള ഒരു ഹലാലായ തൊഴിൽ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. ഈ ലഹരി അവന് നിലനിർത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഹറാമിലേക്ക് പോയേ പറ്റൂ. അവൻ കള്ളനോ കൊള്ളക്കാരനോ ആയി മാറും. അവൻ മാല പൊട്ടിക്കുന്നവനായിട്ട് മാറും. അങ്ങനെയല്ലാതെ ഈ വില കൂടിയ ലഹരികളെ തന്റെ ജീവിതത്തിൽ നിലനിർത്താൻ അവന് സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാൻ മാത്രമേ ഈ കള്ളുകൂടിയന്മാർക്കും ലഹരി നമുക്ക് സാധിക്കുള്ളൂ. 2 കാര്യങ്ങൾ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അതാനി ജിബ്രീൽ എന്റെ അരികിൽ വന്നു. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, ഇന്നല്ലാഹ ലഅനൽ ഖംറ വആസിറഹ വമുതസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി വബായിഹ വമുബ്താഹ വസാഖിയഹ വമുസ്ഖിയഹ. 10 കാര്യങ്ങൾ, 10 വിഷയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ജിബ്രീൽ പറഞ്ഞെടുക്കുക 10 കാര്യങ്ങളെ, കള്ളുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് 10 വിഷയങ്ങൾ. ഒന്ന്, ലാനൽ ഖംറ, കള്ള് എന്ന വസ്തുവിനെ തന്നെ ശപിച്ചു. സകല ലഹരി വസ്തുക്കളെയും പൊടിയും തടിയും എന്തൊക്കെയാണോ ഉള്ളത് അതിനെല്ലാം ശപിച്ചു. കഞ്ചാവിന്റെ ഇലയാണെങ്കിലും കള്ളാണെങ്കിലും അത് വിദേശമാണെങ്കിലും സ്വദേശമാണെങ്കിലും, മനസ്സിലായില്ലേ, പനയാണെങ്കിലും തെങ്ങാണെങ്കിലും ലഹരി ഉണ്ടാക്കുന്ന വസ്തു, ആ വസ്തുവിനെ ശപിച്ചു. ഖംർ എന്നുള്ളത് ശപിക്കപ്പെട്ട ഒരു വസ്തുവാണ്, തൊടാൻ പറ്റില്ല ഒരു മുസ്ലിമിന്. വആസിറഹ, അത് പിഴിഞ്ഞുണ്ടാക്കുന്നവനെ. വമുതസിറഹ, എനിക്കത് പിഴിഞ്ഞുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുന്നവനെ. വശാരിബഹ, അത് വാങ്ങി കുടിക്കുന്നവനെ. വഹാമിലഹ, അത് ഗോഡൌണിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നവനെ. വൽ മഹ്മൂലത ഇലൈഹി, ഏതൊരാളിലേക്കാണ് അത് വഹിക്കപ്പെട്ടത് ആ ഗോഡൌണിനെ ശപിച്ചു. വബായിഹ, കള്ള് വിൽക്കുന്നവനെ ശപിച്ചു. വമുബ്താഹ, വില കൊടുത്തു വാങ്ങുന്നവനെ ശപിച്ചു. വസാഖിയഹ, കള്ളു കുടിപ്പിക്കുന്നവനെ ശപിച്ചു. മനസ്സിലായില്ലേ, കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നവനെ ശപിച്ചു. വമുസ്ഖിയഹ, അതിനുവേണ്ടി ഏർപ്പാടുണ്ടാക്കുന്നവനെയും ശപിച്ചു. അപ്പൊ കുടിക്കുന്നവനെയും കുടിപ്പിക്കുന്നവനെയും പിഴിയുന്നവനെയും കൊണ്ടുപോകുന്നവനെയും സൂക്ഷിച്ചു വെക്കുന്നവനെയും എല്ലാം കള്ളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ 10 കാര്യങ്ങൾക്ക് ശാപമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശരിബൽ ഖംറ വസകിറ, ആരെങ്കിലും കള്ളു കുടിച്ചു മത്തനായി. ഏത് ലഹരി ഉപയോഗിച്ചും ലഹരി മത്തനായാൽ
മസ്തു ബാധിച്ചാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സബാഹൻ 40 ദിവസം നിസ്കാരം സ്വീകരിക്കൂല. വൈമ്മാ തദഖലന്നാർ കള്ളുകുടിയനായി അങ്ങനെ തന്നെ മരിച്ചുപോയാൽ നരകത്തിൽ പ്രവേശിച്ചു. ഫൈൻ താബ ഇനി അവൻ തൗബ ചെയ്താലോ താബല്ലാഹു അലൈഹി അവന്റെ തൗബ സ്വീകരിക്കും. വൈനാദ അവൻ ആവർത്തിച്ചു, പിന്നെ രണ്ടാമതും അവൻ കള്ളു കുടിച്ചു. ഫശരിബ ഫസകിറ അവൻ കുടിച്ചു, ലഹരി ബാധിച്ചു, മത്തനായി. ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സബാഹ 40 നാൾ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ മരിച്ചാൽ അവൻ നരകത്തിലായി. തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കും. ഇങ്ങനെ 2 or 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില റിപ്പോർട്ടിൽ 4 തവണ പറഞ്ഞു. 4ാമത്തെ തവണ അല്ലെങ്കിൽ 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈനാദ ഇനിയും അവൻ ആവർത്തിച്ചാൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദഅത്തിൽ ഖബാൽ റദഅത്തുൽ ഖബാലിൽ നിന്ന് അല്ലെങ്കിൽ തീനത്തുൽ ഖബാലിൽ നിന്ന് അവനെ കുടിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യതയായി കഴിഞ്ഞു. റദഅത്തുൽ ഖബാൽ എന്താണ്? സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റദഅത്തുൽ ഖബാൽ, എന്താണ് റദഅത്തുൽ ഖബാൽ അല്ലാഹുവിന്റെ റസൂലേ? ഖാല റസൂൽ പറഞ്ഞു, ഉസാറത്തു അഹ്ലിന്നാർ നരകവാസികളുടെ നീര്. അവർ നരകത്തിലെ തൊലി, അവർ നരകത്തിന്റെ അഗ്നി അവരുടെ തൊലി കരിച്ചു കളയുമ്പോൾ ഇന്നല്ലദീന കഫറു ബി ആയാതിന സൗഫ നുസ്രിഹിം നാറ കുല്ലമാ നളിജത് ജുലൂദുഹും അവരുടെ തൊലി ഇങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ പുതിയ തൊലി വരുമെന്ന് പറഞ്ഞല്ലോ. ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറ ലിയദൂഖുൽ അദാബ് ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി. നരകവാസികൾ ഭീമാകാരന്മാരായിരിക്കും. ഇന്ന അഹ്ല നാരി ലതുഅദം നരകവാസികൾ വലുതായി വളർത്തപ്പെടും, വലിയ രാക്ഷസന്മാരായിരിക്കും. നരകത്തിലെത്തിയാൽ എല്ലാവരും ശരീരം അത്രമാത്രം വലുപ്പമുണ്ടാകും, അത്രമാത്രം മാംസം തിങ്ങിയിട്ടുണ്ടാകും. അവരിയ്ക്കുന്ന സ്ഥലം തന്നെ മക്ക മുതൽ മദീന വരെ 500 കിലോമീറ്റർ ദൂരമുണ്ടാകും. ഇന്ന മജ്ലിസഹുമാ ബൈന മക്ക വൽ മദീന എന്നിങ്ങനെ അത്ര വലുപ്പം ഒരു രാക്ഷസരായിരിക്കും നരകത്തിൽ പതിക്കുന്നു ഓരോരുത്തരും. ആ വൃത്തികെട്ട അത്രയും വലിയ ആന ശരീരത്തിൽ നിന്ന് നരകത്തി അതിനെ കരിച്ചു കളയുമ്പോൾ അതിന്റെ തൊലി ഉരുകിപ്പോകുമ്പോൾ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ദുർനീരാണ് എന്ത് ഉസാറത്തു അഹ്ലിന്നാർ. അതാണ് യഥാർത്ഥത്തിൽ റദഅത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ. സകല കള്ളുകുടിയന്മാരെയും സകല ലഹരിക്കാരെയും കാത്തിരിക്കുന്നത് അതാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലഹരിയുടെ കെണിയിലും തീവ്രവാദത്തിന്റെ കെണിയിലും ഉൾപ്പെടുന്ന ചെറുപ്പക്കാർ വിരളമല്ല, വലിയൊരു വിഭാഗം. മാത്രവുമല്ല, വളരെ മാന്യമായി ദീൻ പഠിച്ച് ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നീങ്ങുന്ന ആളുകൾ പോലും ഇതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ കെണിയിൽപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഫിത്നകൾ തീർക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.